VPS Lakeshore SKN40 കേരള യാത്ര സമാപനം കോഴിക്കോട് ബീച്ചിൽ ഏപ്രിൽ 20 ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക്. നമുക്ക് മാന്യമായി ജോലി ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്. ബാക്കി പേഴ്സണൽ ലൈഫിൽ ഉപയോഗങ്ങളുണ്ടാവും, പലതും ഉണ്ടാവും. എനിക്ക് എൻ്റെ നിലപാടിൽ ഞാൻ ഉപയോഗിക്കില്ല എന്ന് പറയാൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ. ബാക്കിയുള്ളവർ ഉപയോഗിക്കാതിരിക്കുക, നിയമത്തിൻ്റെ കീഴിലാവുക, പിടിക്കപ്പെടുക ഒക്കെ അത് അവരുടെ ലൈഫും ഹെൽത്തും എന്നൊക്കെ പറയുന്നത് അവരുടെ ഭാഗമാണ്. പ്രേക്ഷകർക്കറിയാം, ആർ ശ്രീകണ്ഠനാരുടെ നേതൃത്വത്തിൽ SKN40 ലഹരി വിരുദ്ധ യാത്രയിലാണ് നമ്മളുള്ളത്. ഇപ്പോൾ കണ്ണൂരാണ്. കണ്ണൂർ കഴിഞ്ഞാൽ നാളെ കണ്ണൂർ, മറ്റന്നാൾ കാസർഗോഡ്, പിന്നീട് 20-ാം തീയതി കോഴിക്കോട് കടപ്പുറത്ത് മഹാസമ്മേളനത്തോടെ ആ യാത്രയ്ക്ക് സമാപനമാവുകയാണ്. നമ്മൾ ആ വാർത്താമുറിയിൽ നിന്ന് പറഞ്ഞതൊന്നുമല്ല യാഥാർത്ഥ്യമെന്നും അതിൻ്റെ പതിന്മടങ്ങാണ് ഗ്രൗണ്ടിലെ യാഥാർത്ഥ്യമെന്നും ഞെട്ടലോടെ നേരിട്ട് കണ്ടും കേട്ടും തിരിച്ചറിയുന്ന ദിവസങ്ങൾ കൂടി കടന്നു പോകലാണ്. നെഞ്ചത്ത് കൈവച്ച് പറയാം, നമ്മൾ കടന്നു വന്ന ഈ പറയുന്ന 13 ജില്ലകളിലെയും, ഒരു ജില്ല മാത്രം ബാക്കിയുള്ളൂ, 13 ജില്ലകളിലെയും പോയ സ്ഥലത്തൊക്കെയും ഈ പറയുന്ന മാരകമായ രാസലഹരി യഥേഷ്ടം കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് എന്ന് നേർക്കുനേർ ബോധ്യപ്പെട്ട ദിവസങ്ങൾ കൂടിയാണ്. അങ്ങനെ ഭീകരമായ യാഥാർത്ഥ്യത്തിന് മുന്നിൽ നിൽക്കുമ്പോഴാണ് ഇന്ന് കേരളമൊട്ടാകെ കണ്ട മലയാള സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട നടൻ, മലയാള സിനിമയിലെ ഒരു മുൻനിര നടന്മാരിലുള്ള ഒരാളെ ഷൈൻ ടോം ചാക്കോയുടെ ഹോട്ടലിൻ്റെ 3-ാം നിലയിൽ നിന്നും താഴേക്ക് ചാടിയുള്ള നാണം കെട്ട ഒരു ഓട്ടം നമ്മൾ കണ്ടു. അത് ഈ പറയുന്ന ലഹരി ഉപയോഗത്തെ തുടർന്നാണോ തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് ഓടിയത് എന്ന കാര്യം പോലീസ് അന്വേഷിക്കുന്നു. അതിനിടയിലാണ് നടി വിൻസി അലോഷ്യസ് എന്ന് പറയുന്ന ഏറ്റവും പ്രഗത്ഭയായ സംസ്ഥാന അവാർഡ് ജേതാവായ, അവർ അഭിനയിച്ച സിനിമകളിലൊക്കെ അവരുടെ മെറ്റൽ പ്രൂവ് ചെയ്ത മിടുക്കിയായ ഒരു നടിയുടെ അതീവ വേദന നിറഞ്ഞൊരു പരാതി കൂടി കേരള സമൂഹം കേട്ടത്. ഈ പറയുന്ന ലഹരി ഉപയോഗിച്ച് വളരെ മോശമായ രീതിയിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങളടക്കം വൃത്തികേടുകൾ ഈ നടൻ പറഞ്ഞു എന്നുള്ള പരാതിയും കേരളം കേട്ട ദിവസമാണ്. പലയാവർത്തി നമ്മൾ കേട്ടതാണ്. സിനിമാ മേഖലയിലെ ഈ ലഹരിയെക്കുറിച്ച് ഇടയ്ക്ക് ചർച്ചയാവും, പിന്നീട് അത് ഇല്ലാതാവും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വളരെ വിശദമായി തന്നെ സിനിമാ മേഖലയിലെ ഈ ലഹരിയെക്കുറിച്ചും അതിനെ തുടർന്ന് ലഹരി അടിക്കുന്നവന്മാർ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകളെക്കുറിച്ചും വളരെ വിശദമായി വായിച്ചതാണ്. അതിന്മേൽ നടപടിയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ വീണ്ടും ഉയർന്നു വരുന്ന പരാതികൾ, ഈ പറയുന്ന സംഭവ വികാസങ്ങൾ വീണ്ടും അതിലേക്കുള്ള തിരിഞ്ഞുപോക്കാണോ, അതോ ഇത് പതിവ് പോലെ 2 ദിവസ ചർച്ചകൾക്ക് ശേഷം കെട്ടടങ്ങാനുള്ള ചർച്ചകൾ മാത്രമാണോ? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. ശ്രീ സജി നന്ദിയാട്ട, ശ്രീ ബൈജു കൊട്ടാരക്കര, ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീ ജോർജ് ജോസഫ്, ശ്രീ സുബോഷ് പോണോളി, അദ്ദേഹം ഈ സിനിമയിൽ ഇവരോട് കൂടെ അഭിനയിച്ച ഒരു നടനാണ്. ഞാൻ ശ്രീ ബൈജു കൊട്ടാരക്കരയിലേക്ക് പോകുന്നു. ശ്രീ ബൈജു കൊട്ടാരക്കര, താങ്കൾ ആ ദൃശ്യങ്ങൾ കണ്ടതാണോ? മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നടന്മാരിൽ ഒരാളാണ്. ഷൈൻ ടോം ചാക്കോ ഇല്ലാത്ത ചിത്രങ്ങളില്ല എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ അഭിനയത്തെക്കുറിച്ച് മോശം പറയാനില്ല എന്ന് മാത്രമല്ല, അതിമനോഹരമായി അഭിനയിക്കുന്ന നടൻ കൂടിയാണ്. നടനവും ജീവിതവും വേറെ വേറെയാണല്ലോ. ഓർത്തു നോക്കൂ, ഒരു പ്രധാനപ്പെട്ട നടൻ ഹോട്ടലിൻ്റെ 3-ാം നിലയിൽ നിന്നും 2-ാം നിലയുടെ സൺഷെയ്ഡിലേക്ക് ചാടുന്നു. ആ സൺഷെയ്ഡ് പൊളിച്ച് 1-ാം നിലയിലേക്ക് ഇറങ്ങുന്നു. 1-ാം നിലയിലെ സ്വിമ്മിംഗ് പൂളിൽ വീഴുന്നു. അതിനുശേഷം ആ ഗോവണികൾ കൂടി കയറി അയാൾ താഴെ കൂടി ഇറങ്ങി ഓടുന്നു. ഇപ്പോഴും എവിടെയാണ് ഷൈൻ ടോം ചാക്കോ എന്നറിയില്ല. ലഹരി ഉപയോഗിച്ചിട്ട് ചാടിയതാണെന്ന് നമുക്ക് ഇപ്പോഴും പറയാൻ കഴിയില്ല. അതേസമയം തന്നെയാണ് ഒരു നടിയുടെ പരാതി, വിൻസി അലോഷ്യസിൻ്റെ പരാതി. ലഹരി ഉപയോഗിച്ച് വസ്ത്രം മാറാൻ ഞാൻ കൂടെ വരണോ എന്നൊക്കെയുള്ള പരമവൃത്തികേടുകൾ ഇയാൾ പറഞ്ഞു എന്നുള്ള പരാതി. നമുക്ക് ഞെട്ടലുണ്ടാവേണ്ട കാര്യമില്ല. ശ്രീ ബൈജു കൊട്ടാരക്കര, നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണെന്ന് ഹേമ കമ്മിറ്റി ആ ദിവസങ്ങളിൽ കാര്യങ്ങളൊക്കെയും. ബൈജു കൊട്ടാരക്കര. ആഷ്മി, ഇത് എത്രാമത്തെ ചർച്ചയാണെന്ന് പോലും എനിക്കറിയില്ല. കാരണം അത്രയും പ്രാവശ്യം ഈവൻ 24 നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, ഈ ലഹരിക്കെതിരെയുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ SKൻ്റെ യാത്ര പോലും അതിനകത്തിപ്പോൾ ആഷ്മിയും പല പ്രാവശ്യവും പല ജില്ലകളിലും കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഓരോ ജില്ലകളിലും ഈ ലഹരിക്കുള്ള ആ വേരോട്ടം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കി എന്നാണ് ഞാൻ കരുതുന്നത്. 1. 2, ഈ ഷൈൻ ടോം ചാക്കോയെ പറ്റി പറയുകയാണെങ്കിൽ ഇയാൾ എത്ര പ്രാവശ്യം പോലീസിൻ്റെ കയ്യിലാവപ്പെട്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം എക്സൈസിൻ്റെ അവപ്പെട്ടതിന് ശേഷം കോടതി വെറുതെ വിട്ട് പുറത്തു വന്നു. അതിനുശേഷം ഇയാളെ വീണ്ടും എക്സൈസ് നോട്ടം വിട്ടു പല പ്രാവശ്യങ്ങളിൽ. അതേപോലെ തന്നെ ശ്രീനാഥ് ബാസിയെയും പ്രയാഗ മാട്ടിനെയും കൂടി ഒരുമിച്ച് ആ എക്സൈസുകാരെ പിടിച്ച ഒരു സംഭവം ഉണ്ടായി. ഈ ഷൈൻ ടോമിൻ്റെ പേര് ഈ ഇടയ്ക്ക് പിന്നെ എന്താണ് ഈ രാസലഹരി കൊണ്ടുവന്ന ഒരു ലേഡി, എന്താണ് ഹൈബ്രിഡ് കഞ്ചാവുമായി വന്ന ഒരു സ്ത്രീ ഇയാളുടെ പേര് പറഞ്ഞു. ഇയാൾ എൻ്റെ കസ്റ്റമറാന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് കേട്ടിട്ട് നമ്മുടെ പോലീസിന് എന്തേ അനക്കമില്ലാത്ത എന്നാണ് ചോദിക്കുന്നത്. ഇന്ന് ഹോട്ടലിൽ നിന്ന് എടുത്ത് ചാടിപ്പോയത് അയാളുടെ കയ്യിൽ 101% ഈ എന്തെങ്കിലും ലഹരി ഉണ്ടാവും. ഇല്ലെങ്കിൽ പോലീസ് റൂമിൽ ഇറങ്ങി ഓടേണ്ട ആവശ്യമല്ലോ ഉണ്ടോ? റൂമിൽ ഇരുന്നാൽ പോരെ.
കയ്യിൽ കള്ളമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പോലീസിനെ കണ്ട് പേടിക്കുന്നത്? 3-ാം നിലയിൽ എടുത്തിയാടി ഓടേണ്ടതിന്റെ ആവശ്യം എന്താണ്? അപ്പോൾ അത് ഇവരൊക്കെ ഇതിനകത്ത് മൊത്ത കച്ചവടക്കാർ തന്നെയാണ്. സിനിമയിൽ ഇവരെ വാഴിക്കുന്നതും സിനിമക്കാർ തന്നെയാണ്. ഈ ഷൈൻ ടോം ചാക്കോയെ കുറിച്ചും അതേപോലെ തന്നെ ഈ ശ്രീനാഥ് ഭാസിയെ കുറിച്ചുമൊക്കെ ഈ കേസ് കെട്ടുകൾ ഇങ്ങനെ പല തവണയായി വന്നതിന് ശേഷവും ഇവരെ എന്തിനിങ്ങനെ സിനിമയിൽ വെച്ച് വാഴിച്ചുകൊണ്ടിരിക്കുന്നു? ഇത് വാഴിക്കുന്നത് ആരാണ്? ഈ സിനിമയിലെ മേലാളന്മാർ തന്നെയാണ്. ഇന്ന് അമ്മയെടുത്ത നിലപാട് എന്താണ്? ഒരു സമിതിയെ നിയോഗിച്ചിരിക്കുന്നു, 3 പേരെ. അത് ഏറ്റവും നന്നായി. വേണമെങ്കിൽ ഇതിനകത്ത് ഈ ഷൈൻ ടോം ചാക്കോയെ ചെയർമാനായിട്ടും ശ്രീനാഥ് ഭാസിയെ സെക്രട്ടറി ആയിട്ടും ഒക്കെ വെക്കായിരുന്നു. പ്രയാഗ മാർട്ടിനെ കൂട്ടത്തിൽ കൂട്ടിയെങ്കിൽ നന്നായിരുന്നു. അത് വേണമെങ്കിലും അവർക്ക് ചെയ്യാമായിരുന്നു. ഈ സമിതിയിലൊന്നും ഒരു കാര്യമില്ല എന്നുള്ള കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുതൽ ആശ്മി നമ്മൾ പറഞ്ഞു തുടങ്ങിയതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രയും കാലം അഭിനയിക്കുന്ന ആൾക്കാർ തർക്കം വേണ്ട. ഷൈൻ ടോം ചാക്കോ വളരെ മികച്ച പ്രതിഭയുള്ള നടനാണ്. ഒരു പ്രതിഭയുള്ള നടനെ കഞ്ഞുകൂടി മുട്ടിക്കണം എന്ന നിലപാട് നമുക്കില്ല. പക്ഷേ നേരത്തെ ശ്രീ വൈജു കൊട്ടക്കര പറഞ്ഞതുപോലെ ആദ്യം ഒരു കേസ് ഉണ്ടാകുന്നു. ആ കേസിൽ ഇയാൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണെന്നേ. എങ്ങനെയാണ് പോലീസ് അക്കാര്യത്തിൽ തോറ്റുകൊടുത്തത് എന്ന കാര്യം എണ്ണി പറഞ്ഞ കോടതി വിധി താങ്കൾ വായിച്ചിട്ടുണ്ടാകണം. അതിനുശേഷം പിന്നെ ഓം പ്രകാശ് ഈ പറയുന്ന ടീമുമായി ബന്ധപ്പെട്ട പരാതിയും കേസും പിന്നീടും വന്നില്ലേ? അതിനുശേഷം അവതാരികയോട് മോശമായി പെരുമാറി എന്നുള്ള പരാതി പിന്നെയും വന്നില്ലേ? കോക്പിറ്റിലേക്ക് ഇടിച്ചു കയറി എന്നുള്ള പരാതിയും കാര്യങ്ങളും പിന്നെയും വന്നില്ലേ? എന്നിട്ടും ഈ ഷൈൻ ടോം ചാക്കോക്ക് സിനിമയ്ക്ക് എന്തെങ്കിലും കുറവുണ്ടോ ശ്രീ വൈജു കൊട്ടക്കര? ഹാഷ്മി അതാണ് ഞാൻ പറഞ്ഞത്. ഹാഷ്മി പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ പറയാൻ വരുന്നത്. അതായത് ഇയാൾക്ക് സിനിമയ്ക്ക് യാതൊരു കുറവുമില്ല. എത്ര നല്ല നടനായിക്കോട്ടെ, ഇനി ലോകോത്തര നടനായിക്കോട്ടെ, കയ്യിലിരിപ്പ് ശരിയല്ലെങ്കിൽ പിന്നെ എന്തിനു വെച്ചോണ്ടിരിക്കണം? ഇവരെയൊക്കെ നന്നാക്കണം എന്ന് പറഞ്ഞ ആളുകളും ഈ ചർച്ചയിൽ ഇരിപ്പുണ്ട്. നേരത്തെ ഇവരെയൊക്കെ പറഞ്ഞു മനസ്സിലാക്കണം, നന്നാക്കണം, നല്ല കുഞ്ഞാടുകളാക്കണം എന്നൊക്കെ പറഞ്ഞ ആളുകളൊക്കെ ഇരിപ്പുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം. മലയാള സിനിമയിൽ എവരെ പോലെ വൃത്തികേട് കാണിക്കുന്ന ഈ വൃത്തികെട്ടവന്മാരെ സിനിമയിൽ നിന്ന് ആട്ടി പുറത്താക്കാതെ ഈ ഇൻഡസ്ട്രി രക്ഷപ്പെടില്ല, യാതൊരു സംശയവുമില്ല. ഈ മലയാള സിനിമയ്ക്ക് നടക്കുന്നത് ഇത് മാത്രമൊന്നുമല്ല. ഈ ഷൈൻ ടോം ചാക്കോ മാത്രമൊന്നുമല്ല. ഈ പ്രയാഗ മാട്ട് എന്ന് പറഞ്ഞ ലേഡി ഒരിക്കലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ അടിച്ച ഒരു സംഭവമുണ്ട്. പാതിരാത്രിക്ക് രാത്രി 2 മണിയായപ്പോൾ തേക്കടിയിൽ ഒരു ഹോട്ടലിൽ വെച്ചിട്ട് അന്ന് മാക്ട ഇടപെട്ടതാണ്. ഞാനൊക്കെ കേസിൽ ഇടപെട്ടതാണ്. അവരുടെയൊക്കെ സംസാരം കേൾക്കുമ്പോൾ നമുക്കറിയാം ഈ പറയുന്ന ഈ രാസലഹരി ഉപയോഗിച്ചുകൊണ്ട് മലയാള സിനിമയിൽ ഈ ഷൈൻ ടോം ചാക്കോയ്ക്ക് എന്താണ് ഇത്രത്തോളം സിനിമകൾ കിട്ടുന്നതിന്റെ കാരണം എന്താ? ഈ സിനിമകൾ കിട്ടുന്നത് തന്നെ ഈ ഇവിടുത്തെ ഇൻകം ടാക്സ് അന്വേഷിക്കുന്നുണ്ടോ ഈ സിനിമകൾ നിർമ്മിക്കുന്ന ആരാണെന്ന്? ആശ്മി 400ഓളം സിനിമകൾ ഇപ്പോൾ റിലീസാവാൻ ഇരിപ്പുണ്ട്. കഴിഞ്ഞ വർഷം 1255 കോടി രൂപയാണ് മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് നഷ്ടം. ഈ 400ഓളം സിനിമകൾ റിലീസാവായിരിക്കുന്ന സമയത്ത് ആ സിനിമകൾ റിലീസാകണമെന്ന് പോലും അതിന് നിർമ്മാതാക്കൾക്ക് അറിയില്ല. ആരും നഷ്ടം സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ ആർക്കും നഷ്ടം സംഭവിച്ചാൽ അറിയുന്നില്ല. എന്നാൽ സിനിമ ഇൻഡസ്ട്രി നഷ്ടത്തിലാണ്. വീണ്ടും പണം എവിടേക്ക് വരുന്നു? ഇവരെ പോലുള്ള ആളുകളെ വെച്ച് സിനിമ എടുക്കുമ്പോൾ അതിൻ്റെ പിന്നണി പ്രവർത്തകരും അതിനകത്ത് അഭിനയിക്കുന്ന ആളുകളും അവിടെ വന്നു പോകുന്ന ആളുകളും ഒക്കെ നിരീക്ഷിക്കാനും മാർഗമില്ലാത്തതെന്ത്? ഈ പണം എവിടെ നിന്നെന്ന് അറിയണ്ടേ? 10, 15, 20 കോടി രൂപ മുടക്കി ഒരു സിനിമ ചെയ്യുമ്പോൾ ആ പണം എവിടെ നിന്നാണ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത് എന്ന് അന്വേഷിക്കാൻ നമ്മുടെ സർക്കാരിന് ബാധ്യതയില്ലേ? ഇവിടുത്തെ ഇൻകം ടാക്സിന് ബാധ്യതയില്ലേ? അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു വലിയ റാക്കറ്റ്, രാഷ്ട്രീയക്കാരാണെങ്കിലും ശരി, ഈവൻ സിനിമാക്കാരാണെങ്കിലും ഇതെല്ലാം ചേർന്ന് ഈ സിനിമയിൽ ഈ പറഞ്ഞ വിൻസി അലോഷ്യസ് പരാതി പറഞ്ഞ ഈ സിനിമയുടെ സെറ്റിലെ സഹനടൻ ശ്രീ സുഭാഷ് പോണോളി കൂടി ചേരുന്നു. ശ്രീ സുഭാഷ് പോണോളി, നമ്മൾ ഈ ഷൈൻ ടോം ചാക്കോയുടെ പലവിധ ഇന്റർവ്യൂകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അസാധാരണമായ പല പെരുമാറ്റങ്ങൾ, നമുക്ക് ഇയാൾക്ക് എന്താ പ്രശ്നം വയ്യേ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള അസാധാരണമായ അങ്ങേയറ്റത്തെ ഓട്ടങ്ങൾ, ഫോൺ എടുത്ത് വലിച്ചെറിയലുകൾ, ആക്രോശങ്ങൾ, ഇരിക്കുന്ന ഇരിപ്പിൽ അങ്ങ് കിടന്നു പോകലുകൾ ഒക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ പക്ഷെ അതുകൊണ്ടൊന്നും ഒരാൾ ലഹരി ഉപയോഗിച്ചെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ കുറേ അധികം വർഷങ്ങൾക്ക് മുൻപ് മറ്റൊരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ഡെസ്കിൽ മറ്റൊരാളെ കാണാൻ വരുമ്പോൾ ഞാൻ ഈ ഷൈനുമായി സംസാരിച്ചിട്ടുണ്ട്. അന്ന് വളരെ നോർമലായി സാധാരണഗതിയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വളരെ ഭംഗിയായി ഉത്തരം പറയുന്ന ഒരു സാധാരണ മനുഷ്യനെ കണ്ട് സംസാരിച്ച നേരെ അനുഭവം എനിക്കുണ്ട് കേട്ടോ. പോട്ടെ, അത് വേറൊരു കാര്യം. ഈ പറയുന്ന സിനിമാ സെറ്റിൽ ഇയാളുടെ ഈ പെരുമാറ്റം വിൻസി പറയുന്നത് പോലെയൊക്കെ അങ്ങേയറ്റത്തെ അതിര് കടന്നതായിരുന്നോ ശ്രീ സുഭാഷ് പോണോളി? ഹാഷ്മി, ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റം വളരെ അബ്നോർമലായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഞാനൊരു 22 ദിവസത്തോളം ആ സിനിമാ ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് ആ സെറ്റിലുണ്ടായിരുന്ന ആളാണ്. ഇദ്ദേഹത്തിൻ്റെ എല്ലാ പെരുമാറ്റവും, ഒരു ചെറിയ കാര്യം തുടങ്ങി വലിയ കാര്യം വരെ ഇദ്ദേഹം വളരെ അബ്നോർമലായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പലരും പറഞ്ഞു ഇദ്ദേഹം ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള ഒരാളാണ്, അങ്ങനെയാണെന്നൊക്കെ ആദ്യം പറഞ്ഞിരുന്നു. അതിനുശേഷം ഈ
വിൻസി എന്ന പെൺകുട്ടി ഇതിലേക്ക് അഭിനയിക്കാൻ വേണ്ടി വന്ന സമയത്ത് അഭിനയം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതായിട്ട് അവിടുത്തെ സെറ്റിലുള്ള വർക്കേഴ്സ് പറഞ്ഞത്. അതാണ് എൻ്റെ മുന്നിൽ വന്നിട്ടുള്ള ഒരു സംഭവം. ഞാനൊരു പുതിയ ആളായ കാരണം അത് അവർ ICCക്ക് പരാതി കൊടുത്തു എന്നും ഡയറക്ടറും മറ്റുള്ളവരും അതിൽ ഇടപെട്ട് അത് പ്രശ്നം തീർത്തു, സിനിമ തുടരാൻ തീരുമാനിച്ചു എന്നും അറിഞ്ഞു. വളരെ സ്ട്രെസ്സായിട്ടാണ് ഇതിൻ്റെ ഡയറക്ടറും മറ്റുള്ള ആൾക്കാരും പ്രൊഡ്യൂസറൊക്കെ ഈ സിനിമ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ റിസ്ക് എടുത്തിട്ട് തന്നെയാണ് അവരത് അവസാനിപ്പിച്ചെടുത്തത്. അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ ഒരു പുതിയ ആളായ കാരണം നമുക്കിതിനെ പറ്റിയിട്ട് ഇടപെട്ടിട്ട് സംസാരിക്കാനോ അങ്ങനെയുള്ളൊരു വോയിസും ഇല്ല. അത് ശരിയല്ലല്ലോ, അതിൻ്റെ പേരിൽ സംസാരിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം പൂർണ്ണമായിട്ട് അബ്നോർമലായിട്ട് തന്നെയാണ് പെരുമാറിയിട്ടുള്ളത്. അദ്ദേഹം ഒരു ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളുടെ പോലെ തന്നെയാണ് പെരുമാറിയിട്ടുള്ളത്. അദ്ദേഹം പക്ഷേ ആക്ഷൻ പറഞ്ഞ് ക്യാമറയുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നടന വൈഭവം അദ്ദേഹം പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ നല്ലൊരു നടനായിട്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തെ വിലയിരുത്തുന്നത്. പക്ഷേ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് സുഭാഷ് പണ്ടൽ പക്ഷേ വിൻസി പറയുന്നുണ്ടായിരുന്നു മറ്റൊരു സഹതാരത്തിന് കൂടി സമാനമായ. ഇപ്പൊ ഞാൻ പറയുന്നത് അല്ല, ശ്രീ സുഭാഷ് പണ്ടൽ അദ്ദേഹം താങ്കൾ പറയുന്ന നിലപാട് ഞാൻ ശരിവെക്കുന്നു. അദ്ദേഹം വളരെ മികച്ച നടൻ തന്നെയാണ്. പല സിനിമകളിലും നമ്മൾ അത്ഭുതാതലോടുകൂടി കണ്ടിരുന്ന നടൻ തന്നെയാണ്, ഒരു തർക്കമാക്കരുത്. പക്ഷെ അത് കാരണം സ്ത്രീകളോട് മര്യാദഘട്ട വർത്താനം പറയാനും തോന്നിവാസം കാണിക്കാനുള്ള ലൈസൻസ് ആവുന്നില്ലോ സുഭാഷ് പോണോളി. ഇവിടെ ഈ വിൻസി അലോഷ്യസ് തന്നെ പറയുന്നുണ്ട് മറ്റൊരു സഹതാരത്തോടും ഇയാൾ വളരെ മോശമായി പെരുമാറി. അതും താങ്കൾ പറഞ്ഞ പോലെ താങ്കളെപ്പോലൊരു നവാഗത താരമൊക്കെ ആയത് കാരണം ഗതി കെട്ട് സഹി കെട്ട് പിടിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ലഹരി അടിച്ചിട്ട് നമുക്കിപ്പോഴും പ്രൂഫില്ല കാര്യം. പക്ഷേ സെറ്റിലെ സ്ത്രീകളോട് ഈ വാക്കുകൊണ്ടും ദ്വയാർത്ഥ പ്രയോഗങ്ങൾ കൊണ്ടും മോശമായി പെരുമാറുന്നത് ഇയാളുടെ ഒരു പതിവ് പണിയാണോ ശ്രീ സുഭാഷ് പോണോളി? ആയിരിക്കണമല്ലോ, അത് ആയിരിക്കണം. അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഓഡീഷന് പങ്കെടുത്തിട്ടുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പയ്യനോടും ഒരു കൂടെ അഭിനയിച്ച ആളോടും മോശമായിട്ട് സംസാരിച്ചതായിട്ട് അദ്ദേഹം എന്നെ വിളിച്ച് ഇപ്പോൾ പറഞ്ഞു. ഒരു അരമണിക്കൂർ മുന്നേ പറഞ്ഞു. എന്നോട് വളരെ മോശമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചതെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം ശൈലിയാണ് ഇതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഓക്കെ, ഞാൻ അങ്ങനെയൊക്കെ എത്താം സുഭാഷ്. ശ്രീ ജോർജ് ജോസഫ്, നമ്മളിപ്പോൾ യാത്രയിലാണ്. ആ യാത്രയുടെ അവസാന ദിവസങ്ങളിൽ ഇനിയിപ്പോൾ 3-4 ദിവസം മാത്രമേ ആ 32 ദിവസം നീണ്ട ആ മഹായാത്രയ്ക്ക് ഇനി ബാക്കിയുള്ളൂ. 2 അനുഭവം ഞാൻ പറയാം ശ്രീ ജോർജ് ജോസഫ്. ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ നമ്മുടെ ഗവേഷക സംഘം കൂടി യാത്ര ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ സർക്കാരിന് ഒരു റിപ്പോർട്ട് സമർപ്പിക്കൽ കൂടിയാണ്. എന്താണ് വിശദമായ ഇതുവരെ ആരും പഠിച്ച് സമർപ്പിച്ചിട്ടില്ലാത്തതും ഗ്രൗണ്ടിൽ നിന്ന് റിപ്പോർട്ട് സമർപ്പിക്കുന്ന ഉദ്ദേശം. 2 അനുഭവം പറയാം. ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മുടെ ഈ ഗവേഷക സംഘത്തിലെ ഒരാളോട് ഞാൻ വിദ്യാർത്ഥിയുടെ പ്രായം പറയുന്നില്ല, പറയുന്നത് ഇവിടെ ഗുണമേന്മയുള്ള MDMA കിട്ടാനില്ല എന്നുള്ളതാണ്. അവൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? പൈസ കൊടുത്താൽ കത്തുന്ന പ്ലാസ്റ്റിക്കിന്റെ മണമുള്ള മോശം MDMA കിട്ടുന്നു. MDMAയിൽ മായ കലർത്തുന്നു, എന്താ അജിനാമോട്ടോ പൊടിച്ച് കലർത്തുന്നു. അതുകൊണ്ട് നല്ല MDMA അപ്പുറത്ത് കിട്ടും കേട്ടോ എന്നാ പറയുന്നത് ഈ ചെറുപ്പക്കാരൻ പറയുന്നത്. അപ്പോൾ അവൻ്റെ പ്രശ്നം എന്താണ്? അവിടെ പൈസ കൊടുത്താൽ ഗുണമേന്മയുള്ള MDMA കിട്ടുന്നില്ല ആ സ്ഥലത്തു നിന്നുള്ളതാണ്. 2ാമത്തെ അനുഭവം പറയാം. ഈ അടുത്ത ദിവസമാണ്. അതും ഈ പറയുന്ന നല്ല വിദ്യാസമ്പന്നനായ ചെറുപ്പക്കാരൻ ഏതോ വഴിയിൽ ഈ പറഞ്ഞ രാസലഹരിക്ക് അടിപ്പെടുന്നു. ഇപ്പോൾ അവൻ ചെയ്യുന്ന ജോലി വീടുകളിൽ ഈ വാട്ടർ കണ്ടന്റുകൾ എത്തിക്കുന്ന പണിയാണ്. നമ്മുടെ ഗവേഷക ഒരു സംഘാംഗത്തോട് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് അറിയാമോ? അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിക്കുന്നു. ആരാ കൊല്ലാൻ ശ്രമിക്കുന്നത്? രാവണനും ഈ പറയുന്ന അസുരന്മാരും ചേർന്ന് കൊല്ലാൻ ശ്രമിക്കുന്നു. അദ്ദേഹത്തിനെതിരെ പ്ലോട്ട് ആരുണ്ടാക്കി? ബ്രഹ്മാവ് ഉണ്ടാക്കി അദ്ദേഹത്തിനെതിരെയുള്ള പ്ലോട്ട്. എന്ന് പറഞ്ഞാൽ മൊത്തം കിളിയും പറന്ന് മാനസിക നില തെറ്റി ഏതാണ്ട് ഹാലൂസിനേഷൻ ലെവലിൽ ആരോ കൊല്ലാൻ വരുന്നു എന്ന ഭീതിയിൽ ഇങ്ങനെ നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, നല്ലൊരു ചെറുപ്പക്കാരൻ, നല്ല വിദ്യാഭ്യാസമുള്ള നല്ലൊരു ചെറുപ്പക്കാരൻ. അവൻ കത്തിയെടുത്ത് കുത്തി കൊല്ലാൻ പോകുന്നത് അവൻ്റെ അമ്മയല്ല. ആരെയാണ് കൊല്ലുന്നത്? ബ്രഹ്മാവിനെയോ അല്ലെങ്കിൽ രാവണനെയോ അവനെ കൊല്ലാൻ വരുന്ന ഏതോ അസുരനെയൊക്കെ അവൻ കൊല്ലുന്നത് അമ്മയല്ല, അല്ലെ അച്ഛനല്ല കൊല്ലുന്നത്. അമ്മാതിരി ഭീതിതമായ കാഴ്ചകൾ കണ്ടും കേട്ടും ഞെട്ടിക്കൊണ്ട് നമ്മുടെ യാത്ര അങ്ങനെ തുടരുകയാണ്. അതിനിടയിലാണ് ഈ ഷൈൻ ടോം ചാക്കോയുടെ ചാട്ടവും അനുബന്ധ വാർത്തകളും വരുന്നത്. എനിക്ക് തെല്ലും ഞെട്ടലുണ്ടാവുന്നില്ല ശ്രീ ജോർജ് ജോസഫ്. ഇല്ല, നമ്മൾ ഈ ഒരു സംഭവം നമ്മൾ നോക്കിക്കണം. ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന നല്ലൊരു നടനാണ്, നല്ല ആർട്ടിസ്റ്റാണ്, ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ അയാളെപ്പോലെ ഒരു ആർട്ടിസ്റ്റ് ആകണമെന്നെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഈ ലഹരി കഴിക്കണം, എങ്കിലും അങ്ങോട്ട് എത്തുള്ളൂ. അതാണ് അതിൻ്റെ സന്ദേശം. ഇയാളെ സിനിമയിൽ അഭിനയിപ്പിക്കുന്നവർ ചെയ്യുന്ന സന്ദേശം നൽകുന്നത് എന്താണ്? ഇയാളെപ്പോലെ ആകണമെന്നുണ്ടെങ്കിൽ നല്ല ആർട്ടിസ്റ്റാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നല്ല ഇയാളെപ്പോലെ ആകണമെങ്കിൽ MDMA അല്ലെങ്കിൽ ലഹരി കഴിക്കണം. കുട്ടികൾ അയാളെയാണ് പിന്തുടരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നല്ല MDMA കഴിച്ചെങ്കിലേ വരുള്ളൂ എന്ന് ആ കൊച്ചു പറഞ്ഞത് കേട്ടല്ലോ. അപ്പം
നമ്മൾ ഇയാളുടെ മലയാള സിനിമയിൽ നിന്ന് ഇയാളെ നീക്കം ചെയ്തേ പറ്റുള്ളൂ. എത്ര നല്ല ആർട്ടിസ്റ്റ് ആയാലും ശരി, ഇവിടെ അയാൾ ഹോൾസെയിലായിട്ട് ഇപ്പം ഡ്രഗ്സ് ലഹരി വിൽക്കുന്ന മനുഷ്യനാണ്. ഇപ്പോൾ ആലപ്പുഴ ഒരു സംഭവം ഉണ്ടായി. സിനിമാ ഫീൽഡിലുള്ള ഒരു ലേഡി, 14 ഭാഷ സംസാരിക്കാൻ കഴിവുള്ള സ്ത്രീയെ, അവരിപ്പോൾ ലഹരി കച്ചവടമാണ്. അവരുടെ നല്ലൊരു കസ്റ്റമറാണ് ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും. അപ്പോൾ 2,62,00,000 ഒരു കൺസൈൻമെൻ്റാണ് അവിടെ വന്നത്. അത് ഇയാൾക്ക് കൊടുക്കാനാണ്. അപ്പോൾ ഇയാൾ സിനിമാ മേഖലയിൽ നിൽക്കുന്നത് ഈ ഡ്രഗ്സിൻ്റെ പൈസ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ഇയാളെ അഭിനയിപ്പിക്കുന്ന ആരായാലും ശരി, അവർ ഡ്രഗ്സ് കൊണ്ട് നമ്മുടെ സമൂഹത്തെ മലിനമാക്കുന്ന, കുട്ടികളെ എല്ലാം തകർന്ന് തരിപ്പണമാക്കുന്ന പ്രവൃത്തി ചെയ്യുന്നവരായ അതിൻ്റെ ഡയറക്ടർമാരും പ്രൊഡ്യൂസർമാരും കൂടെ പ്രതി ചേർക്കണം. ഇവിടെ ഇപ്പം വിൻസി അലോഷ്യസ് നല്ല നടിയാണ്. ആ കുട്ടി പോലീസിൽ പരാതി കൊടുക്കാൻ തയ്യാറല്ല എന്നിപ്പം പറയുന്നുണ്ട്. ഒരു കോഗ്നിസബിൾ ഓഫൻസ് ഉണ്ടായാൽ അതിന് ആരുടെയും ഒരു സമ്മതം നമുക്ക് വേണ്ട. ഇത് സൂത്രവാക്യ എന്ന സിനിമ ആ ലൊക്കേഷൻ വെച്ചാണ് ഈ ഒരു സംഭവം ഉണ്ടായതെന്നാണ് പറയുന്നത്. ആ ലൊക്കേഷൻ എവിടെയാണ് കേരളത്തിൽ? അവിടുത്തെ SHO സോമോട്ടോമായിട്ട് ഈ കേസെടുക്കണം. ഇതൊരു കോഗ്നിസബിൾ ഒഫൻസാണ്. ഇതിനകത്ത് അവർ സാക്ഷിയായിട്ട് മാത്രം വന്നാൽ മതി. വാദിയായിട്ട് SHO തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ഇത് ഡ്രഗ്സ് കേസാണ്. അത് നമുക്ക് തീർച്ചയായിട്ടും അതിൽ നിന്ന് ഇവരെ നമ്മുടെ കുട്ടികളെ മോചനമാക്കണമെങ്കിൽ കേസ് തന്നെ വേണം. അവർ കേസ് കൊടുത്തില്ല. അവർ കൊടുത്തിരിക്കുന്ന അവർ പറയണത് അമ്മ അംഗമല്ല അവർ. പക്ഷേ ഷൈൻ ടോം ചാക്കോ അമ്മയിലെ അംഗമാണ്. അതുകൊണ്ട് അവർ അമ്മക്കാരും നടപടി എടുക്കണം, ഇയാളെ വിശദീകരണമൊക്കെ കേട്ടെന്നൊക്കെ പറയുന്ന വാർത്തയൊക്കെ വരുന്നുണ്ട്. അതെല്ലാം ആവശ്യം. നമുക്ക് ശ്രീനാഥ് ഭാസിയെയും ഇയാളെയും മൊത്തമായി സിനിമയിൽ നിന്ന് ഔട്ടാക്കിയേ പറ്റുള്ളൂ. ഇയാളൊരു ക്രിമിനലാണ്, അതിന് യാതൊരു സംശയമില്ല. ഇപ്പം തന്നെ അവിടുത്തെ ആ ചാട്ടോ മറിച്ചിൽ കണ്ടല്ലോ. ഞാൻ വന്ന് ഭാഗ്യം എന്ന് പറഞ്ഞാൽ ആ 3-ാം നിലയിൽ നിന്ന് താഴോട്ടെങ്ങാനും വീണു പോയിരുന്നെങ്കിൽ ഇയാളുടെ കൈയും കാലും ഒടിഞ്ഞു പോകില്ലേ? ചിലപ്പോൾ ജീവഹാനി സംഭവിക്കില്ല. അതൊന്നും ഉണ്ടായില്ലോ. ഭാഗ്യം. ഓർത്തു നോക്കൂ, ജോർജ് ജോസഫ് 3-ാം നിലയിൽ നിന്ന് 2-ാം നിലയുടെ സൺഷെയ്ഡിലേക്ക് ചാടുന്നു, സൺഷെയ്ഡ് പൊളിച്ച് 1-ാം നിലയിലേക്ക് ചാടുന്നു, 1-ാം നിലയിൽ നിന്ന് ഈ പറഞ്ഞ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടുന്നു, ഓടി രക്ഷപ്പെട്ട് ഓടുന്നു. ഇപ്പോൾ പോലീസ് ഇപ്പോൾ തിരയുണ്ട്. ഇപ്പോൾ അല്പസമയം മുൻപ് 59 മിനിറ്റ് മുമ്പ് ഷൈൻ ടോം ചാക്കോയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് വരുന്നുണ്ട്. എന്താ പറയുന്നത്? ടു എവരിവൺ ഹൂ ഈസ് ആസ്കിങ് മീ വെയർ ഷൈൻ ടോം ചാക്കോ ഒഫീഷ്യൽ റാൻ ടു, വെൽ ഹിയർ ഈസ് ആൻ എക്സ്ക്ലൂസീവ് ഫുട്ടേജ് ഹൗ. അല്ല പിന്നെ ഞാൻ എന്ത് പറയാൻ എന്നൊക്കെ പറഞ്ഞ് മൊത്തത്തിൽ കളിയാക്കി പരിഹാസം ഉണ്ടാക്കി ഇടുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റാണ്. അദ്ദേഹത്തിന് ഉറപ്പുണ്ട്, ഈ ഷൈൻ ടോം ചാക്കോക്ക് ഉറപ്പുണ്ട്, ഒരു കേസിൽ പിടിച്ചു, അത് പോലീസിന്റെ പരമമായ ദൗർബല്യത്തിൽ ഊരിപ്പോയി, ഇനി എന്തുണ്ടായാലും ഒന്നും സംഭവിക്കില്ല എന്ന് ഉറപ്പിൽ ഉള്ള ധാർഷ്ട്യമല്ലേ ഈ പോസ്റ്റിൽ പ്രകടമാവുന്നത്? കളിയാക്കലല്ലേ ഈ പോസ്റ്റിൽ പ്രകടമാവുന്നത്? ശ്രീ ജോർജ് ജോസഫ്, അത് തന്നെയാണല്ലോ ഇയാൾ 2015 3 പെൺകുട്ടികളെയും ഇയാളെയും കൂടെ പിടിച്ചിട്ട് ആ കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥനെ പറ്റിയ മണ്ടത്തരാണ് കോടതി നിശിതമായിട്ട് വിമർശിച്ചിരിക്കുകയാണ്. ഇയാളെപ്പോലെ അകത്താക്കാനായിട്ട് ഇതുപോലൊരു കേസ് എടുത്തതല്ലേ നമ്മൾ? 10 വർഷം പോയി അകത്ത് കിടന്നേനല്ലോ, ഈ ശല്യം ഉണ്ടാകത്തില്ലായിരുന്നല്ലോ. പക്ഷേ അവിടുത്തെ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരുടെ മൊഴി കോൺട്രഡിക്ടറി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കോടതിയിൽ. കോടതി അതും പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയല്ല, ഇയാളെ അവിടെ ഒരു ഗസറ്റഡ് ഓഫീസർ ആ ഡ്രഗ്സ് പിടിക്കുന്ന സമയത്ത് ആ പെൺകുട്ടികളുടെ അടുത്ത് ഒരു ഗസറ്റഡ് ഓഫീസർ വേണം. അതുണ്ടായിരുന്നു. പക്ഷേ അത് മെയിലായിപ്പോയി. ഫീമെയിൽ വേണം. അത് കോടതിയെ നമ്മൾ ഇത് മാൻഡേറ്ററി ആയിട്ടൊരു ഗസറ്റഡ് ഓഫീസർ വേണമെന്നുള്ളൂ. അല്ലാതെ ഒരു ഫീമെയിൽ തന്നെ കൃത്യം വേണമെന്നൊന്നും ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഒരാളില്ല എന്ത് ചെയ്യും? അതല്ല, നിയമം അങ്ങനെയല്ല. അത് കോടതിയെ ബോധ്യപ്പെടുത്തണം. അതുകൊണ്ട് ഇതിന് അപ്പീൽ അടിയന്തരമായിട്ട് ഹൈക്കോടതി കൊടുക്കണം പോലീസാണ്. അതുകൊണ്ടാണ് എറണാകുളം കമ്മീഷണർ ചെയ്യേണ്ടത്. അടിയന്തരമായിട്ട് അപ്പീൽ ഹൈക്കോടതി കൊടുത്തിട്ട് അത് ഫയലെടുപ്പിച്ചു. കോടതിക്ക് അറിയാം ആരാണ് അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഏത് സാക്ഷിയാണ് കൂറുമാറിയത്. കോടതിക്ക് അത് മനസ്സിലാകാനൊക്കെ. പക്ഷേ ഇയാളുടെ കയ്യിൽ, ഇയാളുടെ പെൺകുട്ടികളുടെ കയ്യിൽ ഡ്രഗ്സ് ഉണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട് അത് ശിക്ഷിക്കപ്പെടും. അതുകൊണ്ട് അപ്പീൽ അടിയന്തരമുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ ഈ 314 റൂം നമ്പറിൽ ആ വേദാന്ത ഹോട്ടലിലെ ഇയാളുടെ മുറിയിൽ പോലീസ് പോയ ശേഷം അടുത്ത 304 അടുത്ത 2 മുറിയിൽ നിന്ന് 2 പെൺകുട്ടികൾ ഇയാളെ അന്വേഷിച്ച് വന്നിരിക്കുന്നു. ഇയാളെ എവിടെയായാലും കുറേ സ്ത്രീകളും ഉണ്ടാവും, ഡ്രഗ്സും ഉണ്ടാവും. അത് വിൽപ്പനക്കാരാണോ ഇയാളുമായിട്ട് മിങ്കിൾ ചെയ്യുന്നതാണോ? ഇയാളൊരു സാമൂഹിക ദ്രോഹി തന്നെയാണ്, അതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഇയാളെ നേരത്തെ പറഞ്ഞ ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ ഷൈൻ ടോം ചാക്കോ ഇടുന്നത്, യെസ്, ഇയാൾ ഇടുന്നത് അയാൾ കക്കൂസി പോകുന്ന വീഡിയോ കേട്ടോ. കക്കൂസിലോട്ട് ഓടിപ്പോയിട്ട് തിരിച്ചു വരുന്ന വീഡിയോ ആണ്. ഒരു പെൺകുട്ടി അയാളെ പിന്നെ ഓടിപ്പോകുന്നുണ്ട്, കോമാളിച്ചിരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളെ, പോലീസിനെ, നിയമ സംവിധാനം, എൻ്റെ സംവിധാനങ്ങളെ കളിയാക്കുകയാണ്, അങ്ങേയറ്റം കളിയാക്കുകയാണ്. അതെന്ത് വേണമെന്ന് പോലീസ് തീരുമാനിക്കട്ടെ. സജി നന്ദിയാട്ട്, ഇപ്പം നടി വിൻസി അലോഷ്യസിന്റെ പരാതി നിങ്ങളുടെ പക്കലുണ്ട്.
നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൊക്കെ നിങ്ങൾ പറഞ്ഞത് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത്രയും ആ സിനിമാ മേഖലയിൽ നടക്കുന്ന അളിഞ്ഞ അലമ്പ് പരിപാടികളുടെ ഒരു താമ്രപത്രം, ഒരു രേഖാപത്രമായിരുന്നു. നിങ്ങൾ ഹേമ കമ്മിറ്റിയെ അതിനെ നിരാകരിക്കുകയായിരുന്നു, പരാതിയില്ലല്ലോ എന്നൊക്കെ പറയുകയായിരുന്നു. അത് നിങ്ങൾ പറഞ്ഞു ശരിയായി, പരാതി കൊടുക്കാൻ ആരും തയ്യാറായില്ല. ഇതിപ്പോൾ അങ്ങനെയല്ല. ഇതിപ്പോൾ നിങ്ങളുടെ പക്കൽ വളരെ വ്യക്തമായൊരു പരാതിയുണ്ട്. ആ പരാതിയിലെ പേര് പുറത്തു പറഞ്ഞതിൽ വിൻസി അലോഷ്യസിൽ താങ്കളോടക്കം പരാതിയും പരിഭവവും വഞ്ചന ആണ് തോന്നലൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഈ പരാതിയിൽ സിനിമാ സംഘടനകൾ സ്വീകരിക്കാൻ പോകുന്ന നടപടി എന്താണ് സജി നന്ദിയാട്ട്? അല്ല, ആദ്യം പറയട്ടെ, വിൻസി അലോഷ്യസ് ഞാൻ എൻ്റെ നാവ് കൊണ്ട് ഇതിൽ പറഞ്ഞ നടൻ്റെ പേര് പറഞ്ഞിട്ടില്ല. മറിച്ച് ചാനലുകൾ, ദൃശ്യമാധ്യമ പ്രവർത്തകർ ഈ പേര് എന്നോട് ആ പേര് ഉപയോഗിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും എൻ്റെ നാവിൽ നിന്നും ഇന്നയാളാണ് പ്രതി, ഇന്നയാളാണ് പ്രതിയല്ല, ഇന്നയാളാണ് അക്യൂസ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പടത്തിൻ്റെ പേരും പറഞ്ഞിട്ടില്ല. അത് തെറ്റിദ്ധാരണയാണ്. അത് പറഞ്ഞ ചാനലുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അത് വിൻസി അലോഷ്യസിന് തൽക്കാലം ബോധ്യമാകുന്ന രീതിയിൽ ഞാൻ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അത് പോട്ടെ. ഒരിക്കലും ഞങ്ങളായിട്ട് ഇത് ചേംബറിൻ്റെ മോണിറ്ററിംഗ് കമ്മിറ്റിയാണ്. ആ മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ ഈ വിൻസിയെ ഞങ്ങളാണ് അങ്ങോട്ട് വിളിച്ചത്. ഞങ്ങളുടെ കൂടെ വനിതകളുണ്ട്. ആ വനിതകൾ വിൻസിയെ വിളിക്കുന്നു. പത്രങ്ങളിലൂടെ ഞങ്ങളിത് അറിയുന്നു, മനോരമയിലൂടെ അറിഞ്ഞപ്പോൾ ഞങ്ങൾ തന്നെയാണ് ഓരോ ഷൂട്ടിംഗ് ലൊക്കേഷനിലും IC രൂപീകരിച്ചെന്ന് ഉറപ്പ് വരുത്തുന്നത്. എന്നിട്ടും ഞങ്ങളിത് അറിഞ്ഞിട്ടില്ല. കാരണം നമുക്കറിയാം, ഒരു ഷൂട്ടിംഗ് എന്ന് പറയുന്നത് 30-35 സെൻറ്ററിലൊക്കെ ആയിരിക്കും ഷൂട്ടിംഗ് നടക്കുന്നത്. 35 പടങ്ങൾ ഒരേ സമയം ഷൂട്ട് നടക്കും. ഒരു സിനിമ പോലും ശരാശരി 40-50 ലൊക്കേഷൻ ചേഞ്ച് വരും. ഇത് ഫോളോ അപ്പ് നടത്തുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല, പ്രായോഗികമായിട്ട് നടക്കില്ല. നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് അഭിപ്രായമൊക്കെ പറയാം. പക്ഷേ കൃത്യമായി മാക്സിമം ഞങ്ങളുടെ കഴിവിൻ്റെ പരിമിതി ഞങ്ങൾ മോണിറ്റർ ചെയ്യുന്ന സമയത്ത് ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയാൻ ഞങ്ങൾക്ക് ആകാംക്ഷയുണ്ടായി. ഞങ്ങളുടെ വനിതാ മെമ്പർമാർ, റാണി ഉൾപ്പെടുന്ന, അല്ലെങ്കിൽ സജിത മഠത്തിൽ ഉൾപ്പെടുന്ന, ആഷ ഉൾപ്പെടുന്നവർ വിളിച്ചു. ഞങ്ങളുടെ ഇതിൻ്റെ ചെയർമാൻ G. സുരേഷ് കുമാർ, പ്രസിഡന്റ് BR ജേക്കബ്, ഞാൻ ഉൾപ്പെടെയുള്ളവരിൽ പങ്കെടുത്തു. ഞങ്ങൾ വിളിച്ച് വിൻസിയോട് സംസാരിച്ചു. എന്നാണ് സംഭവിച്ചത്, എന്താണ് കാര്യങ്ങൾ അന്വേഷിച്ചു. അതനുസരിച്ച് നടപടി എടുക്കാമെങ്കിൽ നിയമപരമായ നടപടി, പോലീസ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് താല്പര്യമില്ല. മറിച്ച് സംഘടനാപരമായി നടപടി എടുക്കാമെങ്കിൽ, പ്രൊട്ടക്റ്റ് ചെയ്യാമെങ്കിൽ ഞങ്ങൾക്ക് പരാതി നൽകാമെന്ന് പറഞ്ഞു. അതനുസരിച്ച് പരാതി ഞങ്ങൾക്ക് നൽകുന്നതിന് മുമ്പ് അമ്മയ്ക്ക് പരാതി കൊടുത്തിരുന്നു ഇന്നലെ വൈകിട്ട്. അപ്പോൾ തന്നെ ഒരു യൂട്യൂബ് ചാനൽ അത് പ്രക്ഷേപണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ഞങ്ങൾക്ക് പരാതി നൽകി. അത് എറണാകുളത്താണ്. ഞങ്ങളുടെ ചേംബറിൻ്റെ ഈ പറഞ്ഞ ചേംബറിൻ്റെ ഈ മെയിൽ ഐ ഡിയല്ല, ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ മെയിൽ ID ഇന്നലെ പുതിയതായിട്ട് കിട്ടിയതാണ്. അതിലാണ് ചെയ്തത്. അതനുസരിച്ച് ഞാൻ കോട്ടയത്താണ് ഇരിക്കുന്നത്. ഞാൻ ഈ പരാതി കണ്ടിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെ കൈമാറുമെന്ന് എനിക്കറിയില്ല. ഏതെങ്കിലും ചാനലുകാർക്ക് ഞാൻ കൈമാറിയിട്ടുണ്ടെങ്കിൽ അവർ അത് കാണിച്ചാൽ ഞാൻ ഇപ്പോൾ രാജിവെക്കാൻ തയ്യാറാണ്. ഇപ്പോൾ തന്നെ രാജിവെക്കും. കാരണം ഞാൻ ഒരുമിച്ചാണ് ചാനൽ. നമ്മുടെ പ്രശ്നം അതല്ല, അത് വിൻസി അലോഷ്യസിന്റെ തലവേദനയാണ്. അല്ല, ഞാൻ പറയുന്നത് അതിന് തീരെ കൺസേൺ ആയി കാണേണ്ടതില്ല എന്നർത്ഥത്തിൽ ഞാൻ പറയുന്നതല്ല. പക്ഷെ ആ പേര് കേരളം പറഞ്ഞാൽ പ്രശ്നം എന്താണ്? സിനിമാ സെറ്റിൽ ലഹരി അടിച്ചു വന്ന് സ്ത്രീകളോട് വളരെ മോശമായി വൃത്തികേടും മര്യാദകളും പറയുന്ന പിന്നെ സിനിമയുടെ വിജയം, സിനിമയുടെ സ്ഥാനമൊക്കെ അതവിടെ ഇരുന്നോട്ടെ. എന്റെ ചോദ്യം അതല്ല സജി നന്ദിയാട്ടെ. ഇപ്പോൾ ഒരു പരാതി നിങ്ങളുടെ മുന്നിലുണ്ട്. ആ പരാതിയിൽ പറയുന്നത് ഈ പറയുന്ന രീതിയിൽ ലഹരി അടിച്ചുകൊണ്ട് ഒരു പെൺകുട്ടിയോട് വളരെ മോശമായി അപമര്യാദയായി ഉള്ള വർത്തമാനമടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു എന്നുള്ള പരാതി നിങ്ങളുടെ മുന്നിലുണ്ട്. സജി നന്ദിയാട്ട്, നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇത്തരത്തിലുള്ള എന്തുകൊണ്ട് പെൺകുട്ടികൾ പരാതി നൽകുന്നില്ല എന്നുള്ളതിന് ഈ മാഫിയ, ഈ പറയുന്ന കിങ് ബിൻസ് കൊന്നുകളയോ എന്ന് പേടിയുള്ള കാര്യമടക്കം അതിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. പോട്ടെ, നിങ്ങൾ അതിനെ നിരാകരിക്കലാണ്. സജി നന്ദിയാട്ട്, എൻ്റെ ചോദ്യം, എൻ്റെ ബെയർ മിനിമം ചോദ്യം, വിൻസി ഈ പരാതി നൽകിയതിന്റെ പേരിൽ വിൻസി അലോഷ്യസ് എന്ന് പറഞ്ഞ കഴിവുള്ള, സംസ്ഥാന അവാർഡ് നേടിയ, ഒരുപാട് സിനിമകൾ അഭിനയിച്ച, അവരുടെ പ്രതിഭ തെളിയിച്ച ഒരു നടിയെ ചവിട്ടിക്കൂട്ടി ഒതുക്കി മൂലക്കിടില്ല എന്ന ഉറപ്പെങ്കിലും സജി നന്ദിയാട്ടിന് പറയാൻ പറ്റുമോ സിനിമാ സംഘടനയുടെ നേതൃത്വം എന്നുള്ള നിലയ്ക്ക്? സജി നന്ദിയാട്ട്, ബാക്കി അന്വേഷണവും ഈ ഷൈൻ ടോം ചാക്കോക്കെതിരെ നടപടിയൊക്കെ അവിടെ നിൽക്കട്ടെ, ബാക്കി നിൽക്കട്ടെ. വിൻസിയെ ഒതുക്കില്ല എന്ന് പറയാൻ പറ്റുമോ അങ്ങേക്ക്? തീർച്ചയായിട്ടും. ഞങ്ങൾ ആഷ്മി പറഞ്ഞ ആദ്യ പോയിന്റ്, ഈ വ്യക്തിയുടെ പേര് വെളിയിൽ വരുന്നതിൽ എന്താണ് കുഴപ്പം? ഞാൻ പൊതുസമൂഹം ചോദിക്കുന്നുണ്ട്. പക്ഷേ ബിൻസിയോട് ഞങ്ങൾ പറഞ്ഞ ഒരു വാചകമുണ്ട്. ബിൻസി ഞങ്ങളോട് ആവശ്യപ്പെട്ട ഡിമാൻഡ്, അത് പാലിക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടുണ്ട് ഈ നിമിഷം വരെ. പിന്നെ പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ഗസ് ചെയ്ത് പേര് വരുമ്പോൾ ഞങ്ങൾ അതിന് ഉത്തരവാദികളല്ല. അടുത്ത പ്രശ്നം, ബിൻസി ആരും ഇവിടെ ഒതുക്കില്ല. ബിൻസിയുടെ ശക്തമായ നടപടി മലയാള സിനിമയിൽ, കാരണം ഞാൻ മനസ്സിലാക്കിയത് നല്ലൊരു കുട്ടിയാണ്, എല്ലാം കൊണ്ടും നല്ല കുട്ടിയാണ്, വളരെ നല്ല സ്വഭാവത്തിനുടമയാണ്,
വളരെ എന്താ പറയുക ഈ പറഞ്ഞ പോലെ ഇന്നസെൻ്റ് ആയ ആളാണ്. ആ കുട്ടി വളരെ കൃത്യമായി IC കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അവിടെ IC 5 പേരുണ്ട്, അതിൽ 3 വനിതകളാണ്. വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. ഡയറക്ടറെ കുറിച്ചും പ്രൊഡ്യൂസറെ കുറിച്ചും ഒക്കെ പറഞ്ഞു. പ്രൊഡ്യൂസർ എന്നെ വിളിച്ചിരുന്നു. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഈ കൂടെ നിൽക്കും. വളരെ ശക്തമായി ഇത് ഈ വളരെ നല്ല രീതിയിൽ ഈ ഇൻഡസ്ട്രി പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ 7 അഫിലിയേറ്റ്സ് ഉണ്ട്. ആ 7 അഫിലിയേറ്റ്സിന്റെ 3 അംഗങ്ങളുള്ള മോണിറ്ററിംഗ് കമ്മിറ്റിയാണ്. ഞങ്ങൾ കൃത്യമായി, പ്രത്യേകിച്ച് രാഷ്മിക്ക് അറിയാലോ, ഞാനാണ് ഇതിന് സാങ്ഷൻ കൊടുക്കുന്ന ആൾ. നമ്മൾ ഈ പ്രോജക്റ്റുകളെല്ലാം വളരെ കൃത്യമായി ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഒരു അക്കാഡമിക് മീൻസ് കറക്റ്റായിട്ട്, കാരണം നന്നായി പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പരിമിതികളുണ്ട് കേട്ടോ, ഇതിനൊന്നും പറയില്ല. അപ്പോൾ മാക്സിമം ഞങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ അതിന് എഫക്റ്റ് ഉണ്ടാവണം. പക്ഷേ ഇങ്ങനെ ഒരു പരാതി വന്നപ്പോൾ എന്നെ ഞെട്ടിച്ചു. ഞങ്ങൾ ഒരുമിച്ച് വിളിച്ചു. വിൻസിയുടെ കൂടെയുണ്ട്. വിൻസി മലയാള സിനിമയിൽ ഒതുക്കപ്പെടില്ല, നല്ല കഴിവുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഞങ്ങൾ ആ വിൻസിയോട് ഒപ്പം ഉണ്ടാവും. ഞങ്ങൾ അതുകൊണ്ടല്ലേ ആഷ്മി നല്ല കാര്യം എടുത്തു ചോദിക്കാനുള്ള കാര്യം, ഈ പറയുന്ന മാഫിയ സംഘത്തിനെതിരെ എഴുന്നേറ്റ് നിന്ന് 4 വർത്താനം പറഞ്ഞ ഒരു മൂവ്മെന്റ് നടത്തിയ രമ്യ നമ്പീശിന്റെയും ഈ പറയുന്ന പാർവതി തിരോത്തിന്റെയും ഒക്കെ അവസ്ഥയും ഏത് രീതിയിൽ ഒതുക്കപ്പെട്ടു, ഏത് രീതിയിൽ ഘട്ടം ഘട്ടമായി ഏത് രീതിയിൽ ശാസ്ത്രീയമായി ഒതുക്കി എന്ന അനുഭവം നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് ഞാൻ എടുത്തു ചോദിച്ചാണ് ആ അനുഭവം വിൻസിക്ക് ഉണ്ടാവാതിരിക്കുന്നത്. രാഹുൽ ഈശ്വർ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടപ്പോൾ ഹേമ കമ്മിറ്റി വിരുദ്ധ പക്ഷത്ത് നിന്ന് ശ്രീ രാഹുൽ അടക്കം പറഞ്ഞത് പരാതി കൊടുക്കാൻ എന്താ ഇത്രയും അന്നുണ്ടായ ഇപ്പോഴാണോ പറയുന്നത് എന്നുള്ള നിങ്ങളുടെ പ്രധാനപ്പെട്ട യുക്തി, അല്ല കുയുക്തി, വിദണ്ഡവാദം. ഇവിടെയും ആ സിനിമാ സെറ്റിൽ ഉണ്ടായ കാര്യം പറയാൻ 4 മാസം എടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 4 മാസം മഹാപരാധമായി പറയുമോ രാഹുൽ ഇക്കുറിയും? ശ്രീ ഹാഷ്മി, ഹേമ കമ്മിറ്റി വേറെ, ഡ്രഗ്സിന്റെ ഇഷ്യൂ വേറെ. ഹേമ കമ്മിറ്റി കുറെ കൂടെ സങ്കീർണവും എന്നാൽ ഡ്രഗ്സ് നമുക്ക് 0 ടോളറൻസ് വേണ്ട ഒരു കാര്യവുമാണ്. SKN സാറെ നയിക്കുന്നതും ഹാഷ്മിയും ഒക്കെ നയിക്കുന്നതുമായ എല്ലാവിധ SKN40ക്കും ആശംസകൾ നേരുന്നു. കാരണം ഹേമ കമ്മിറ്റി പോലെ നമുക്ക് 2 ഭാഗത്തു നിന്ന് തർക്കിക്കാവുന്ന ഒരു വിഷയമല്ല. അതിന്റെ ഒരു ഗൗരവം ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേസുകൾ NDPS ആക്ടിന്റെ പ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന കേരളത്തിലാണ്. 27,701 കേസുകളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്നത്. പണ്ട് നമ്മൾ വിചാരിച്ചിരുന്നത് പഞ്ചാബാണ് നമുക്ക് മേലിൽ, പഞ്ചാബ് കഴിഞ്ഞാൽ കേരളമാണെന്നാണ്. പഞ്ചാബിന്റെ 3 ഇരട്ടി അല്ലെങ്കിൽ 2.5 ഇരട്ടി കേസുകൾ കേരളത്തിലുണ്ട്. ഇത് കേൾക്കുന്ന ഓരോ മലയാളി അറിയേണ്ട കാര്യമാണ്. എറണാകുളം എന്ന ഒരു ഒറ്റ ജില്ലയിൽ കഴിഞ്ഞ 1.5 വർഷം രജിസ്റ്റർ ചെയ്തത് പഞ്ചാബ് എന്ന മുഴുവൻ സംസ്ഥാനത്തിൽ രജിസ്റ്റർ കേസുകളോട് തുല്യമാണ്. അപ്പോൾ ഒരു സീരിയസ് ആയ പ്രശ്നം നമുക്കുണ്ട്. ഇത് തർക്കിച്ച് കളയാനുള്ളതല്ല. നമുക്ക് ഇതിന്റെ സമീപനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ തർക്കിക്കാം. 2 സമീപനങ്ങളുണ്ട്. അതായത് ഡ്രഗ് യൂസ് ചെയ്യുന്നവരെ വില്ലന്മാരായി കാണുന്നത്. രാഹുലെ ആലത്തൂർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ പറയുന്നത് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി MDMA അഡിക്റ്റ് ആയെന്ന കാര്യമാണ്. എത്രാം ക്ലാസ്സിലെ? 4ാം ക്ലാസ്സിൽ. എത്ര വയസ്സ്? 9 വയസ്സ്. MDMA അഡിക്റ്റ് ആയ വിദ്യാർത്ഥിയുടെ കഥ കേട്ടിട്ട് ആ ഞെട്ടലിരിക്കുവാ നമ്മളിവിടെ. കണ്ണൂരാവുള്ള യാത്രയുടെ ഭാഗമായിട്ട് നമ്മുടെ ഫസ്റ്റ് കൺസംഷൻ ഏജ്, അതായത് ഇന്ത്യയിൽ ഏറ്റവും ചെറിയ ഫസ്റ്റ് കൺസംഷൻ ഏജ് ആണ് കേരളത്തിലുള്ളത്. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഈ ഡ്രഗിനോടുള്ള എക്സ്പോഷർ അടക്കമുള്ള കാര്യങ്ങൾ കൂടുന്നുണ്ട്. ഇത് ഓപ്പിയം വാർ, അതായത് ചൈനയും ബ്രിട്ടീഷുകാരും തമ്മിൽ ഫൈറ്റ് ചെയ്ത ഓപ്പിയം വാർ പോലെ ഏതെങ്കിലും ശക്തികൾ നമ്മുടെ യുവാക്കളെ നശിപ്പിക്കാൻ വേണ്ടി ഇതിവിടെ മനഃപൂർവ്വം ഡംപ് ചെയ്യുന്നതാണോ എന്ന് പോലും സംശയിക്കുന്നത് നമ്മുടെ ഏജൻസികൾ സംശയിക്കുന്നുണ്ട്. ഇതിലെ സീരിയസ് ആയ കാര്യം അതുകൊണ്ടാണ്. ഒരു പഞ്ചാബ് എന്ന സംസ്ഥാനത്തിന് ടോട്ടലി പിടിച്ച കണക്ക് 9,025 ആണ്. നമ്മുടെ എറണാകുളത്ത് നിന്ന് മാത്രം 8,567 കേസുകളാണ്. അപ്പം ചില സീരിയസ് ഇഷ്യൂസ് നമ്മുടെ ഇടയിൽ ഉണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെയാണ് ഷൈൻ ടോം ചാക്കോ ഗംഭീരനായ ഒരു ആർട്ടിസ്റ്റ് ആണ്, നമുക്കെല്ലാം ഇഷ്ടമുള്ളതാണ്, മലയാളത്തിലും തമിഴിലും കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ഞാൻ ഷൈൻ ടോം ചാക്കോയുടെ ഇൻസ്റ്റ നോക്കുകയായിരുന്നു. ഈ പരിഹാസമല്ല വേണ്ടത്. അദ്ദേഹത്തിന് ഒരു മറുവാദം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഈ പറയുന്ന രീതിയിലല്ല എങ്കിൽ അദ്ദേഹം കുറെ കൂടെ സീരിയസ് ആയ വിഷയങ്ങളെ അഡ്രസ് ചെയ്യണം. അദ്ദേഹം ആകട്ടെ, ശ്രീനാഥ് ഭാസി ആകട്ടെ, വലിയ കഴിവുള്ള യങ്സ്റ്റേഴ്സ് ആണ്. പക്ഷേ കുറച്ചുകൂടെ ഗൗരവം വേണം. അതോടൊപ്പം നമുക്ക് 2 സമീപനങ്ങളുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ഇവരെ വില്ലന്മാരായി കാണാം, അല്ലെങ്കിൽ വിക്ടിംസ് ആയി കാണാം. ഈ 2 സമീപനങ്ങളും രോഗരാഷ്ട്രങ്ങൾ എടുക്കുന്നതാണ്. അതായത് ഡ്രഗിന് അടിപ്പെട്ടവരെ വിക്ടിംസ് കൂടിയായി കാണുകയും അവരുടെ റീഹാബിലിറ്റേഷന് വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം. 2, പോലീസ് മാത്രം വെച്ചൊരു സ്ട്രോങ് ആക്ഷൻ, അല്ലെങ്കിൽ എക്സൈസ്, പോലീസ്, നാർക്കോട്ടിക്സ് വെച്ചൊരു സ്ട്രോങ് ആക്ഷൻ. ഏത് സമീപനം എടുത്താലും ഈ കേസുകൾ കുറച്ചു കൊണ്ടുവരേണ്ടത് ഒരു സ്റ്റേറ്റ് പോളിസിയുടെ ഭാഗമാകണം. അതോടൊപ്പം ശ്രീ സജി നന്ദിയാട്ട് അടക്കമുള്ള ആൾക്കാരുണ്ട്, ശ്രീ ബൈജു കൊട്ടാരക്കര അടക്കം സിനിമയ്ക്കുള്ളിലുള്ളവരുണ്ട്. അവരുടെ ഭാഗത്തു നിന്ന് കാര്യമായൊരു ഇന്റർവെൻഷൻ ഈ മേഖലയിൽ വേണം. എന്ന് പറഞ്ഞാൽ ഈ പെട്ടുപോയ, ചിലപ്പം കയ്യാലത്തോർസെ തേങ്ങ പോലെ ഇരിക്കുന്നവർ കാണും, ഹാർഡ് കോർ ഡ്രഗ് പെഡ്ലേഴ്സ് ഒന്നും ആയിരിക്കില്ല. അവരെ തിരിച്ചു കൊണ്ടുവരാനും എന്നാൽ റിഡംഷൻ പോസിബിൾ അല്ലാത്തവരെ തള്ളിക്കളയാനും, റിഡംഷൻ ഒരു പുനരുദ്ധാരണം അല്ലെങ്കിൽ തിരിച്ചു പിടിക്കാൻ കഴിയുന്നവരെ പിടിക്കാനും ഒക്കെയുള്ള വളരെ ലേയേർഡ് ആയിട്ട് അപ്രോച്ച് വേണം. ഇത് വളരെ സീരിയസ് ആണ്. ഒരുപക്ഷെ കേരളം ഇന്ന് ഒരുമിച്ച് നിന്ന് ബാക്കി വിഷയങ്ങൾ മറന്ന് ഈ ഡ്രഗ് ഇഷ്യൂവിനെ അഡ്രസ് ചെയ്യണം. അതോടൊപ്പം ഷൈൻ ടോം ചാക്കോയോട് ഒരു അഭ്യർത്ഥന, അദ്ദേഹം ആ രീതിയിൽ കുട്ടിക്കളിയായിട്ട് ഈ വിഷയം എടുക്കരുത്. അദ്ദേഹത്തിന്
ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ മറ്റും മോഹൻലാൽ അടക്കം പലയിടത്തുനിന്നും എടുത്തു ചാടുന്നൊക്കെ വെച്ച് അങ്ങനെയല്ല. ഇനി അദ്ദേഹത്തിന് ഒരു മറുവാദം ഉണ്ടെങ്കിൽ അത് സീരിയസ് ആയി പറയണം. കാര്യം ഈ വിഷയത്തിന്റെ ഗ്രാവിറ്റിയെ ഡൈല്യൂട്ട് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹം ഇടപെടുന്നത് ദൗർഭാഗ്യകരമാണ്. കുറെ കൂടെ സുതാര്യമായ വിഷയങ്ങളിൽ ഇടപെടണം. കാര്യം നമ്മുടെ യുവാക്കളുടെ, നമ്മുടെ മക്കളുടെ ഭാവിയാണ് ഇത് ബാധിക്കുന്നത്. ആ ഗൗരവം സിനിമാക്കാർ ഈ വിഷയത്തിൽ കാണിക്കണം. ഓക്കെ, ശ്രീ ബൈജു കൊട്ടരക്കര, ഇവിടെ താങ്കൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ രമ്യ നമ്പീശിന്റെയും പാർവതി തിരുവോത്തിന്റെയും അനുഭവം വിൻസി അലോഷ്യസിന് ഉണ്ടാവില്ല എന്ന് താങ്കൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? ഈ നടന്റെ പേര് പറയരുത്, ഈ സിനിമയുടെ പേര് പുറത്തു വരരുത് എന്ന് വിൻസി അലോഷ്യസ് പറയുന്നത് അവരുടെ നിലനിൽപ്പിന്റെ ഭയത്തിലല്ല എന്ന് താങ്കൾക്ക് പറയാൻ പറ്റുമോ? ബൈജു കൊട്ടരക്കര, ഈ ഷൈൻ ടോം ചാക്കോ ഈ പറഞ്ഞ പുകിലൊക്കെ കഴിഞ്ഞ് ഗോഡ് ഫാദർമാരുടെ ബലത്തിൽ വീണ്ടും ബിഗ് ബജറ്റ് സിനിമകളിൽ വലിയ റോളുകൾ വരില്ല എന്ന് താങ്കൾ പറയുമോ ബൈജു കൊട്ടരക്കര? തീർച്ചയായിട്ടും വരുമെന്ന് യാതൊരു പ്രതീക്ഷയില്ല വെക്കണ്ട ഹാഷ്മി. കാരണം സജീവന്തായിട്ട് പറയുന്ന പോലൊന്നും അല്ല. സജീവന്തായിട്ട് ഈ കാര്യങ്ങൾ പറയുന്നെങ്കിൽ ഒരു കാര്യം ഞാൻ സജീവന്തായിട്ട് ചോദിക്കട്ടെ, ഈ പരാതി കിട്ടിയിട്ട് ഇത്രയും സമയമായി നിങ്ങളത് പോലീസിൽ കൊടുത്തോ? സാമൂഹിക പ്രതിബദ്ധതയുള്ളൊരു ഒരു സംഘടനയാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഭാരവാഹികളാണെങ്കിൽ നിങ്ങൾ ഇതേപോലെയുള്ള കേസുകൾ മറ്റെന്ത് കേസാണെങ്കിലും സംഘടനയിൽ പറഞ്ഞു തീർക്കാം. പക്ഷേ ഇതൊരു സ്ത്രീയെ ആക്ഷേപിച്ച കേസാണ്, ലഹരി ഉപയോഗിച്ചിട്ട് സെറ്റിൽ വന്ന കേസാണ്, അല്ലെങ്കിൽ ലഹരി കൊണ്ട് നടക്കുന്ന കേസാണ്. അങ്ങനത്തെ ഒരു കേസ് വന്നപ്പോൾ എന്തുകൊണ്ട് ഫിലിം ചേംബർ ഈ സംഗതി മറച്ചു വെച്ചു ഇത്രയും സമയം? ഇവർക്കിത് പോലീസിൽ കൊടുക്കുന്ന എന്താത്ര ബുദ്ധിമുട്ട്? അതിന് വിൻസി കൊടുക്കണമെന്നില്ല. നേരത്തെ ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞ പോലെ ഇതിനെ പോലീസിനെ കേസെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരാളെ കൊടുക്കണമെന്നും ഒന്നുമില്ല, പോലീസിനോടെ കേസെടുക്കാം. കാരണം അങ്ങനത്തെ ഒരു ക്രൈമുള്ളൊരു ഒരു കേസാണിത്. ഇത് ഈ വിൻസി അലോഷ്യസിനെയൊക്കെ സിനിമയിൽ ഈസിയായിട്ട് ഒതുക്കും, യാതൊരു സംശയമില്ല. ഈ നടി ആക്രമിച്ച കേസിലുമൊക്കെ ഈ രമ്യ നമ്പീശിനെയും പാർവതി തിരുവോത്തിനെയൊക്കെ ഈ പറഞ്ഞതുപോലെ വർഷങ്ങളായിട്ട് ഇപ്പോൾ ഒതുക്കിയിട്ടിട്ട് ഈ ഇടയ്ക്കാണ് ഈ പാർവതി തിരുവോത്തിന് 1-2 സിനിമകൾ കിട്ടിയത്. പിന്നീട് അവർ തെലുങ്കിലോ തമിഴിലോ ഒക്കെ പോയി. അവർ ആരാണ് ഒതുക്കുന്നത്? അതാണ് ഞാൻ ആദ്യം പറഞ്ഞ സംഗതി. ഒന്നുകൂടെ ആശ്രയം ഓർമ്മിപ്പിക്കുന്നു, മലയാള സിനിമയിൽ ഇപ്പോഴും റിലീസാവാൻ 400ഓളം സിനിമകളുണ്ട്. അത് സജീവൻ അറിയാം. ഈ 400ഓളം സിനിമകൾ ആരാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഇത് ആരാണ് ഇതിന് പണം മുടക്കുന്നത്? ഇതൊന്ന് കണ്ടെത്തട്ടെ. അല്ലാതെ ചേംബറിലും പ്രൊഡ്യൂസേഴ്സിലും വരുന്ന ആൾക്കാർക്ക് വരുന്നവർക്കെല്ലാം സീലടിച്ചു കൊടുത്താ നീ വന്നല്ലോ പ്രൊഡ്യൂസർ അല്ലേ, ആയിക്കോട്ടെ, അവർക്കത് അന്വേഷിക്കേണ്ട കാര്യമില്ല. കാരണം ഒരാൾ പടം നിർമ്മിക്കാൻ വന്നാൽ അത് നിർമ്മിക്കുന്ന അയാളുടെ കാര്യം. പക്ഷേ ഈ പണം എവിടെ നിന്ന് വന്നു എന്ന് അന്വേഷിക്കേണ്ടത് ഇവിടുത്തെ ഗവൺമെന്റ് ഏജൻസികളുടെ കടമയാണ്. അല്ലെങ്കിൽ ആ സിനിമകളിൽ ആരൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, ഏത് രീതിയിലാണ് ആ സിനിമ പോകുന്നത് എന്ന് നോക്കേണ്ടത് ആ സിനിമയുടെ ക്യാപ്റ്റനായ സംവിധായകനും അതേപോലെ നിർമ്മാതാവും അതേപോലെ ഈ ഫീൽഡിലുള്ള സംഘടനകളും എല്ലാം കൂടെ ചേർന്നാണ്. അതെങ്ങനെ ആ സിനിമകൾ ഇറങ്ങുമ്പോൾ ആ സിനിമയ്ക്കകത്ത് ഈ ഇവനെ പോലെ തലതെറിച്ച ആളുകളുണ്ടെങ്കിൽ, ഈ ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ബാസിയെ പോലെയൊക്കെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ടീമിനെ തന്നെ നിങ്ങൾ ചെത്തിച്ചു നോക്കൂ, ആ സംവിധായകരെ നോക്കൂ, അതിലെ ക്യാമറമാരെ നോക്കൂ. ആ ഒരു ഗ്രൂപ്പിനെ നോക്കിയാൽ പല സിനിമകളിലും വളരെ വ്യക്തമായി പഠിച്ചാൽ മനസ്സിലാകും ഇതിനകത്ത് എത്രത്തോളം സത്യസന്ധതയുണ്ട്, എത്രത്തോളം ഇതിനകത്ത് ഈ കച്ചവടം നടക്കുന്നു എന്നുള്ളത്. ഇതൊന്നും ആരും നോക്കുന്നില്ല. സംഘടനാപരമായിട്ടൊന്നും ഒരു തീരുമാനങ്ങൾ എടുക്കാൻ പറ്റത്തില്ല ഹാഷ്മി. ഒരു സംഘടനയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റില്ല, നേരത്തെ തീരുമാനം എടുത്തേനെ. തീരുമാനം എടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് എന്നേ വീട്ടിലിരുന്നേനെ. ഇവനൊക്കെ എത്ര വലിയ നടനായാലും ഇവരേക്ക് വീട്ടിലിരുത്തണം, ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെക്കണം. അതാണ് വേണ്ടത്. അല്ലെങ്കിൽ ഈ വരും തലമുറയ്ക്ക് ഏറ്റവും വലിയ ദൂഷ്യമായിരിക്കും ഇവരൊക്കെ ചെയ്യുന്നത്. ഈ ഷൈൻ ടോം ചാക്കോയിലും പിന്നെ ശരി, ഞാൻ ജോർജ് ജോസഫിലേക്ക് എത്താം. അതിനു മുമ്പ് സജിക്ക് അല്പസമയത്ത് ഇറങ്ങണമെന്ന് പറയുന്നു. സജി, അതിന് മറുപടി പറയുമോ? താങ്കൾ പറയുന്ന പോലെ ഒന്നുമല്ല കഥ. ഈ പറയുന്ന വിൻസി അലോഷ്യസിന് കൊടുത്തു മിടിക്കുക നടി ഇല്ലാതായി കളയും. ഏറ്റവും ചുരുങ്ങിയ പക്ഷേ വിൻസി അലോഷ്യസിനെ ഒതുക്കും അല്ലെങ്കിൽ ഒതുക്കില്ല എന്ന് പറയാമോ? വെറുതെ പറഞ്ഞു കളയരുത്. രമ്യ നമ്പീശിന്റെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്, അവരുടെ ഡിവിഷൻ ചെയ്ത് വന്ന അവരുടെ സിനിമകൾ നമ്മുടെ മുന്നിലുണ്ട്, പാർവതിയുടെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് വെറുതെ ഇല്ലാതെ പറയരുത്. ഇത് ഒരിക്കലും ആഷ്മി ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു വിധത്തിലുമുള്ള അവരുടെ ക്രിയേറ്റിവിറ്റിയോ അവരുടെ ചാൻസിനെ ഇല്ലാതാക്കാൻ ഒരു അസോസിയേഷൻ ഇടപെടത്തില്ല. ഇത് വെറുതെ വ്യക്തിപരമായി പലരും ചെയ്യുമായിരിക്കും. ഒരു അസോസിയേഷൻ വിളിച്ച് ഇന്നയാളെ അഭിനയിപ്പിക്കരുത്, ഇന്നയാളെ അഭിനയിപ്പിക്കണമെന്ന് പറയുമെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല അങ്ങനെയുള്ളവരുടെ. കാരണം ഇത് വെറുതെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രം പറയുന്നതാണ്. ഇവിടെ ഒരു പ്രശ്നം, വിൻസി അലോഷ്യസ് ധൈര്യമായി വന്നിരിക്കുകയാണ്. ഈ വിൻസി അലോഷ്യസ് ആദ്യം പരാതി കൊടുത്ത അമ്മയ്ക്കാണ്. ഞങ്ങൾക്ക് നൽകിയ പരാതി അനുസരിച്ച് വിൻസി അലോഷ്യസ് പറയുന്നത് എന്താണ്? എനിക്ക് പോലീസിലോ എക്സൈസ് പരമായി നിയമപരമായി പോകാൻ താല്പര്യമില്ല, സംഘടനാപരമായി എനിക്ക് നടപടി എടുത്താൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഇന്ന് വിൻസി അലോഷ്യസ് പറയുന്നത് ഞാൻ ഇതിന് പിന്മാറാൻ പോവുകയാണെന്നാണ്.
ഞാൻ ഇനി ഒന്നിനുമില്ല. ഞാൻ ചേംബർ എന്തോ അത് തെറ്റിദ്ധാരണയാണത് മാറും. ഒരിക്കലും ചേംബർ ഒരു കാര്യവും ആരോടും ഒരു ചാനലുകാരോടും ഒരു രേഖയും ചേംബർ വെളിവിട്ടിട്ടില്ല, വിടത്തുമില്ല. അങ്ങനെയാണ് ഇതിനേക്കാൾ എത്രയോ വലിയ രേഖകൾ വെളിവിടാമായിരുന്നു. ഒരിക്കലും ചെയ്തിട്ടില്ല. പക്ഷേ ആ വിശ്വാസം ഞങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. വിൻസി അലോഷ്യസിനെതിരായി വിൻസി അലോഷ്യസ് ആരെയാണോ പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത്, തിങ്കളാഴ്ച അതിന് തീരുമാനം ഉണ്ടാകും. ഞങ്ങളുടെ ചെയർമാൻ ജി സുരേഷ് കുമാറും പ്രസിഡന്റ് BR ജയിക്കും ഉൾപ്പെടുന്ന കമ്മിറ്റിയുണ്ട്, ഞങ്ങൾ ഉൾപ്പെടുന്ന കമ്മിറ്റി 21 അംഗ കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റി തീരുമാനിച്ച് സംഘടനാപരമായ ശിക്ഷണ നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അതാണ് സംഘടനയാണ്, എന്ത് ശിക്ഷയാണെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. അത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി തീരുമാനിക്കും. പിന്നെ ഒറ്റയടിക്ക് എല്ലാം ശുദ്ധീകരിക്കാമെന്ന് അവകാശവാദം ഞങ്ങൾക്കില്ല. എന്തുകൊണ്ടാണ് പരാതി പോലീസിന് കൈമാറുന്നില്ല? പരിമിതികളുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് പരാതി പോലീസിന് കൈമാറുന്നില്ല? താങ്കളാണ് ഫിലിം ചേംബർ. ആ ചോദ്യത്തിനുള്ള മറുപടി താങ്കൾ പോകൂ. അങ്ങനെ ആ വാശിയൊന്നും ഞങ്ങൾക്കില്ല. അങ്ങനെ വാശിയൊന്നും ഞങ്ങൾ ലീഗൽ അഡ്വൈസറോട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് വളരെ ഗൗരവമായി ഞങ്ങൾ ആലോചിക്കുന്നുമുണ്ട്. താങ്ക് യു. അല്ല, ഇത്ര ആലോചിക്കാൻ എന്താ? കൊടുത്തൂടെ? ഒരു പെൺകുട്ടിക്കെതിരെ മോശമായി പെരുമാറിയ പരാതിയാണ്, പോലീസിൽ കൊടുത്തൂടെ സജീവ് നന്ദിയാട്ടെ? അല്ല, അതെ അതെ, ഞാൻ മാത്രമല്ലല്ലോ, ഞങ്ങളുടെ കമ്മിറ്റിയിൽ എല്ലാവരും അതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇത്ര മനസ്സിലാക്കാനും ഇത്ര ആലോചിക്കാനും എന്താ? അത് മുന്നോട്ട് തന്നെ കൊണ്ടുപോകും. സജീന്ദ്രട്ടെ, ഇത്ര മനസ്സിലാക്കാനും ഇത്ര ആലോചിക്കാനും ഇത്ര ഗൗരവമായി കാണാനും എന്താ? ലഹരി അടിച്ച ഒരു പെൺകുട്ടിക്കെതിരെ വളരെ മോശമായി വൃത്തികേട് പറഞ്ഞ ഒരുത്തനെ കുറിച്ചുള്ള പരാതിയാ, പോലീസിന് കൊടുത്തൂടെ? ഞാൻ ചോദിക്കട്ടെ, ഈ വിൻസി അലോഷ്യസിനെ അങ്ങോട്ട് വിളിച്ച് മോണിറ്ററിംഗ് കമ്മിറ്റിയിലെ വനിതകൾ ഉൾപ്പെടുന്ന ഞാൻ ഉൾപ്പെടുന്നവർ വിളിച്ച് പരാതി കൊണ്ടുവന്ന് ചോദിച്ചതാണ്. ഞങ്ങൾക്ക് എന്താണ് ഞങ്ങൾക്ക് ഒരു താല്പര്യമില്ല. വെറുതെ ഒരു പെൺകുട്ടിയോട് വളരെ മോശമായി പെരുമാറി എന്നൊരു പരാതി നിങ്ങളുടെ മക്കൾ കിട്ടിയിട്ട് നിങ്ങൾക്കത് പോലീസിന് കൊടുത്തൂടെ? നിങ്ങൾക്കത് പോലീസിന് കൊടുക്കാൻ ഇത്ര ആലോചിക്കുന്നത് എന്തിനാ? ഇത്ര തലമുക്കുന്നത് എന്തിനാ? എന്തിനാ ലീഗൽ സൈഡ് ആലോചിക്കേണ്ട കാര്യമുണ്ടോ? നേർക്ക് പരാതി കൊടുത്തൂടെ? അവിടെ ലീഗൽ സൈഡ് ആലോചിക്കണം. വിൻസി അലോഷ്യസ് പറയുന്നത് പോലീസിലേക്ക് പോകാൻ താല്പര്യമില്ലെന്നാണ്. ഇപ്പൊ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയൂ. അപ്പൊ അതിന് നിയമവശം ഞങ്ങൾ ആലോചിക്കണം. ശരി, അല്ലല്ല, അത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ മുന്നിലുള്ള പരാതി, നിങ്ങളുടെ മുന്നിലുള്ള പരാതി ചട്ടപ്രകാരം നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്താൽ മതി. നിയമപരമായി വിൻസിയുടെ താല്പര്യം അത് നോക്കേണ്ട കാര്യമില്ല. ചട്ടപ്രകാരം ഉള്ളത് ഞങ്ങൾ അടുത്ത ദിവസം ചെയ്യും. ചട്ടപ്രകാരമുള്ളത് ഞങ്ങൾ അടുത്ത ദിവസം ചെയ്യും. ഹാഷ്മി കണ്ടോളൂ. ശരി ശരി ശരി, താങ്ക് യു. ഓക്കെ ഓക്കെ ഓക്കെ. അല്ല ബൈജുനാഥം, അല്ല ബൈജുനാഥം, ശ്രീ ജോർജ് ജോസഫ്, അല്ല ബൈജുനാഥം, ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ നാണ്ട് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ ഏതോ മാളത്തിലിരുന്നുകൊണ്ട് എൻ്റെ പോലീസ് സംവിധാനങ്ങളെയും എൻ്റെ മീഡിയം ഒക്കെ കളിയാക്കുകയാണ് ഷെയ്ൻ ടോം ചാക്കോ എന്ന് പറയുന്ന നടൻ. കഴിവുറ്റ നടനൊക്കെ കേട്ടോ. വേറൊരു നടി പറയുന്നത് കേട്ടായിരുന്നു, എന്താണ് ഇയാൾ ഭയങ്കര ഡയറക്ടോറിയൽ ഉള്ള ആളാണ്, അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര സമർത്ഥനാണ്, മിടുക്കനാണ്. ഇപ്പോൾ എന്താണ് സിനിമാ സെറ്റിൽ തമാശയൊക്കെ പറയാറുണ്ട് ചിലർ, തമാശ ഏത് മറ്റേതേത് എന്ന് സങ്കീർണാവസ്ഥ എന്നൊക്കെ പറഞ്ഞ് വെള്ളപൂശാളം നീക്കം ഞാൻ കണ്ടായിരുന്നു. പോട്ടെ, അങ്ങനെ വെള്ളപൂശിന് പലരും ഇറങ്ങുമല്ലോ ഇക്കാലത്ത്. ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ ഇയാൾക്കെതിരെ പോലീസിൽ ഇപ്പോൾ ഒരു പരാതിയുമില്ല. കെട്ടിടത്തിൽ നിന്ന് ഇറങ്ങി ഓടി എന്നുള്ളത് പറയുന്നത് ഒരു പരാതിക്ക് അടിസ്ഥാനമുള്ള കാര്യവുമല്ല. ഇയാളുടെ മുറിയിൽ ഏതെങ്കിലും തരത്തിൽ ലഹരി കിട്ടിയിട്ടുമില്ല, ഒന്നും കിട്ടിയിട്ടില്ല. ഏതോ തരത്തിൽ വിവരം കിട്ടിയാലല്ലാതെ അയാൾ ഇറങ്ങി ഓടുമെന്ന സംശയമുണ്ട്. ഇപ്പോൾ ഷെയ്ൻ ടോം ചാക്കോ ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത് എന്താണ്, ഈ പറയുന്ന പോലീസുകാർ ഡാൻസ് ഓഫ് സംഘം ഈ ഹോട്ടലിലെത്തി, താഴെ റിസപ്ഷനിൽ പോയി അന്വേഷിച്ചു ഇയാൾ ഉണ്ടോ എന്ന് കാര്യം അന്വേഷിച്ചു. ഇവർ മഫ്തിയിലായിരുന്നു. റിസപ്ഷനിൽ ആരാണെന്ന് പറയാതെ ഇയാളുടെ എന്താണ് റൂം നമ്പർ 300 ആ റൂമിലേക്ക് ഈ ഡാൻസ് ഓഫ് സംഘം പോയി. റിസപ്ഷനിൽ നിന്ന് ഇയാളെ വിളിച്ചു പറഞ്ഞു, എന്താണ് പറഞ്ഞു, കുറച്ച് പേർ അങ്ങോട്ടേക്ക് വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഇയാൾ എന്താണ് റൂമിൻ്റെ ആ കിളിവാതിലൂടെ നോക്കിയപ്പോഴേക്കും 3-4 ആജാനുബാഹുക്കൾ വരുന്നു. ചാടി ഓടി പേടിച്ചോടിയതാണ് എന്നുള്ളതാണ് ഷെയ്ൻ ടോം ചാക്കോയുടെ ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. നോട്ടീസ് നൽകി ഇയാളെ വിളിച്ചു വരുത്തി നോക്കൂ, ഇയാൾ പറയാൻ പോകുന്ന ഇതേ കഥയാവില്ലേ? ഈ കേസിൽ എന്തെങ്കിലും ചെയ്യാൻ പോലീസ് ഉണ്ടോ യഥാർത്ഥത്തിൽ ജോർജ് ജോസഫ്? അല്ല, ആ കേസിൻ്റെ സ്വഭാവം നോക്കിയാൽ അയാൾ അവിടെ നിന്ന് ഇറങ്ങി ഓടിയെന്നല്ലേ പോലീസിനെ കണ്ടിട്ട് ഇറങ്ങി ഓടി എന്നുള്ള രീതിയിൽ അയാൾ എടുത്ത് ചാടി രക്ഷപ്പെട്ടു പോയി. അയാളുടെ കൈവശം ഉണ്ടായിരുന്ന ഡ്രഗ്സ് ഏതായാലും പിടിക്കാൻ പറ്റിയില്ല. ഇയാളെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്താൽ ഇയാളുടെ ബ്ലഡ് പരിശോധിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇയാളുടെ ശരീരത്തിൽ നിന്ന് നമുക്ക് അതിൻ്റെ എവിഡൻസ് കിട്ടും. അതൊരു 3 മാസം വരെ നിലനിൽക്കുമെന്നാണ് ഞാൻ. ഇയാളെ എന്തുകൊണ്ടാണ് ഇത്രയും കോൺട്രവേഴ്സ്യൽ അയാളെ വീണ്ടും ഇയാളെയും ശ്രീനാഥ് ഭാസിയെയും മറ്റും വീണ്ടും ഈ സിനിമാ രംഗത്ത് കൊണ്ടുവരുന്ന ആരാണ്? അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോൾ ആലപ്പുഴ പിടിച്ച എക്സൈസുകാർ പിടിച്ച ഒരു ലേഡി, സിനിമാ വൃത്തങ്ങളിലുള്ള ലേഡി, അവർ കൊണ്ടുപോയി കൊടുക്കാനായിട്ട് 2,62,00,000 രൂപയുടെ കഞ്ചാവാണ്, ഹൈബ്രിഡ് കഞ്ചാവാണ് അവർ പിടിച്ചെടുത്തതെന്നാണ് മനസ്സിലാകുന്നത്.
അതിൻ്റെ ഭൂരിപക്ഷം ആൾക്കാരും വാങ്ങുന്നത് എത്ര കോടി രൂപയുടെ സാധനമാണ് ഈ ഷൈം ടോം ചാക്കോയും ശ്രീനാഥും വാങ്ങുന്നത്. അവർ ഹോൾസെയിൽ കച്ചവടക്കാരായി മാറി. 400 സിനിമയുടെ കാര്യം ബൈജു കൊട്ടാരക്കര പറഞ്ഞല്ലോ. 400 സിനിമയിൽ അവിടെ ഇരിക്കുന്നതിൻ്റെ കാരണം, ഇവർക്ക് സിനിമ കിട്ടുന്നതിൻ്റെ കാരണം അതിലെ മിക്കവാറുള്ള പ്രൊഡ്യൂസർമാരും അല്ലെങ്കിൽ ഡയറക്ടർമാർക്കും ഇവർ ഫണ്ട് കൊടുക്കുന്നുണ്ട്. ഇവർ ഡ്രഗ്സ് വലിയ ഹോൾസെയിൽ ബിസിനസ്സുകാരായി പോയി. അത് ഫണ്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവരെ കൊണ്ടുവന്ന് വീണ്ടും വീണ്ടും, കാരണം അവർക്ക് ചെറിയൊരു എല്ലാ കുട്ടികൾക്കും ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യണം, പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമായിട്ട് നടക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നടക്കുമ്പം കുറച്ച് പൈസ കിട്ടണമ്പോൾ ഇവർ റെഡിയാണ് പണം കൊടുക്കാൻ. അതിൻ്റെ കോൺട്രിബ്യൂഷൻ ഇവർക്ക് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയാണ് ഇവരെ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പോലീസിന് ഇപ്പം ഇതിനകത്ത് സജി നന്ദ്യാട്ട് പറഞ്ഞ പോലെ അദ്ദേഹം ഈ ശക്തമായ നടപടി എടുക്കുന്ന അദ്ദേഹം സുരേഷൊക്കെ നമുക്കറിയാം. അവർ നടപടി എടുക്കട്ടെ, അത് അവരുടെ ലൈനിൽ കൂടെ പോകട്ടെ. പോലീസ് നോക്കട്ടെ. അതല്ല, ഇയാളെ എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം പോലീസിനുണ്ട്. അതിനകത്ത് ആ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കേസ് നമുക്കറിയാം, കേരള പോലീസ് അല്ലെങ്കിൽ ഇന്ത്യൻ പോലീസിനാണ് കേസ് എടുക്കാനുള്ള അധികാരം. പിന്നെ സ്പെഷ്യൽ യൂണിറ്റുകൾ അവരുടെ വർക്ക് ലോഡ് കൂടിയോണ്ടാണ് ഈ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് മറ്റേ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ സ്പെഷ്യലൈസ് ചെയ്ത്. ഇപ്പോൾ ഈ ഷൈം ടോം ചാക്കോയെ ആലപ്പുഴയിലെ ആ കേസ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് കയ്യിരിക്കുന്ന അവർ വളരെ സ്ലോ ആയി. ആ കേസ് ടേക്ക് ഓവർ ചെയ്യണം. DGP ഒരു ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ ആ കേസ് ഇങ്ങോട്ട് ടേക്ക് ഓവർ ചെയ്യാം. അത് കേരളത്തിലെ ക്രൈംബ്രാഞ്ച് ഓഫീസ് അത് ടേക്ക് ഓവർ ചെയ്യണം. 2,62,00,000 ബിസിനസ്സാണ് അതിൻ്റെ അകത്ത് നടന്നിരിക്കുന്നത്. അത് അടിയന്തരമായിട്ട് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ട് ആ കേസ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് നിയമപരമായി ഒരു പ്രശ്നവും ഇല്ല. അത് എക്സൈസ് പിടിച്ച കേസാണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ടേക്ക് ഓവർ ചെയ്യാം. അതുകൊണ്ട് ഗവൺമെൻറ് അത് DGP അല്ലെങ്കിൽ ഒരു ഹോം സെക്രട്ടറി ഒറ്റ ഉത്തരവ് മതി. അതുകൊണ്ട് ആ കേസ് എടുത്തിട്ട് ഇവനെ അകത്താക്കിയേ പറ്റുള്ളൂ. അത് സിനിമാ ലോകത്തിന് മാത്രമല്ല, നമ്മുടെ സമൂഹത്തിനും വളരെ അടിയന്തരമായി ചെയ്യേണ്ട ഒരു കടമയാണ്. അത് ഹോം ഡിപ്പാർട്ട്മെൻറ്റ് DGPയും ചെയ്യേണ്ട കടമയാണ്. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയും ചെയ്യേണ്ട കടമയാണ്. അതുകൊണ്ട് ഈ കേസ് ടേക്ക് ഓവർ ചെയ്യുക. നിയമപരമായിട്ട് ഒരു പ്രശ്നവുമില്ല. എക്സൈസ് കയറി പറഞ്ഞാൽ അതിനകത്ത് ആ അക്യൂസ്ഡ് ആ ലേഡി ഒരു കൺഫെഷൻ കൊടുത്തിട്ടുണ്ട്. അവർ ഷൈം ടോം ചാക്കോടെയും മറ്റും പണം പല ഡിജിറ്റലായിട്ടുള്ള പല അക്കൗണ്ടിൽ കൂടെ കറങ്ങി അടിച്ചാണ് ഇവരുടെ അടുത്ത് വരുന്നത്. അയാൾ ഡയറക്റ്റ് കൊടുക്കുന്നത് എവിഡൻസ് ഇല്ല. അതൊക്കെ പോലീസ് കണ്ടുപിടിച്ചിട്ടും ഡിജിറ്റൽ അത് അവർ കണ്ടുപിടിച്ചോളൂ. അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് ആ കേസ് ടേക്ക് ഓവർ ചെയ്ത് ഇവനെ എത്രയും പെട്ടെന്ന് അകത്താം. കാരണം സമൂഹത്തിൽ ഇപ്പം തന്നെ നിങ്ങളുടെ 24-ൻ്റെ അതിനകത്ത് കണ്ടല്ലോ ഒരു പയ്യൻ നല്ല MDMA അല്ല കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കേട്ടില്ലേ? കൊച്ചി ഇറക്കനാണ് അത് പറയുന്നത്. അത് തന്നെയല്ല, ഞാൻ ഒത്തിരി പേരെ കാണുന്നുണ്ട് സമൂഹത്തിൽ, പെണ്ണുങ്ങളെയും കാണുന്നുണ്ട്, സ്ത്രീകളെയും കാണുന്നുണ്ട്. അബ്നോർമലാണ് മിക്കവാറുള്ളവരെല്ലാം. ഇപ്പോൾ ഇതുപോലെ അതിനകത്ത് കൊല്ലാൻ നടക്കുന്ന ആരാണ്? നമ്മുടെ പഴയ ആ പയ്യൻ പറഞ്ഞല്ലോ, നമ്മുടെ പുരാണത്തിലുള്ള ചില കഥാപാത്രങ്ങളെ കൊല്ലാൻ നടക്കുകയാണ്. എൻ്റെ അടുത്ത് കുറേ അധികം ആൾക്കാർ ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവർ കണ്ടു. അവർ അബ്നോർമൽ ഇതാണ്. പല പല രോഗം അവർക്ക് സ്വന്തമായിട്ട് ഫീൽ ചെയ്യുകയാണ്. അവരെ ആരെ കൊല്ലാൻ വരുന്ന പോലെ ഇരിക്കുകയാണ്. ഇങ്ങനെ നിരന്തരമായി നമ്മുടെ മസ്തിഷ്കത്തിൽ കയറി എല്ലാവരും തകർന്ന്. അതിൻ്റെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിളാണ് ഷൈം ടോം ചാക്കോയും ശ്രീനാഥ് ബാസിയും. ഇവരെ എത്രയും പെട്ടെന്ന് ജയിലിൽ അടയ്ക്കേണ്ട ആവശ്യമാണ്. അതിനകത്ത് ഇനി റിൻഷി ആ കുട്ടിക്ക് അതിനകത്ത് താല്പര്യമില്ല, നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല. ഒരു കോഗ്നിസബിൾ ഓഫൻസാണ്. പോലീസിന് അത് എവിടെയാണ് ആ പടം ഷൂട്ട് ചെയ്ത സൂത്രവാക്യം അവിടുത്തെ SHO അവിടെ വെച്ചാണല്ലോ ഉണ്ടായത്. അത് തന്നെയല്ല, നമ്മൾ ഈ സജി നമ്പ്യാട്ടും പ്രൊഡ്യൂസേഴ്സും അതുപോലെ ബൈജു കൊട്ടാരക്കര എല്ലാവരും പറയുന്നുണ്ടായിരുന്നല്ലോ നേരത്തെ, നമുക്ക് ഈ ലൊക്കേഷനിലെ അവിടെ പോലീസോ ആരും വന്നാലും അല്ലെങ്കിൽ എക്സൈസോ അല്ലെങ്കിൽ ലാൻഡ് സ്റ്റാഫ് വന്നോട്ടെ, അവിടെ ഉപയോഗിക്കുന്നതിനെ പിടിച്ചോട്ടെ, തടസ്സമില്ല എന്നൊക്കെ എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടല്ലേ ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അവർ റിപ്പോർട്ട് ചെയ്തില്ല? ആ പ്രൊഡ്യൂസറും ഡയറക്ടറും അവിടെ എല്ലാം കുഴപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് അത് പോലീസ് ഒരു സോമോട്ടോ കേസ് എടുക്കണം. ഇവരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യമുള്ളൂ. അവരുടെ മൊഴിയുടെ ആവശ്യമില്ല പോലീസിന്. അത് ഒരു കേസെടുക്കാനായിട്ടുള്ള അവരുടെ മൊഴിയുടെ ആവശ്യമില്ല. അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം മതി എന്നാണ് ഞാൻ പറയുന്നത്. അത് അവിടെ പ്രൊഡ്യൂസറും ഡയറക്ടറും അവിടെ ഉണ്ടായിരുന്നവർക്കൊക്കെ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം രേഖപ്പെടുത്തിയാൽ മതി. അതുകൊണ്ട് ആ SHO ഇതൊരു കോഗ്നിസബിൾ 354 IPCA 354B C D അവിടം വരെ ആ സെക്ഷനായിട്ട് 3 വർഷമെങ്കിലും ഇവൻ അത് ഓട്ടോമാറ്റിക്കായിട്ട് പൊക്കോളും. അത് തന്നെയല്ല, പഴയ കേസ് വിട്ടുപോയ കേസ് അത് ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കണം. അത് ഹൈക്കോടതി അത് പരിശോധിക്കട്ടെ. മൊഴിയിലെ കോൺട്രഡിക്ഷൻ ആണോ? ഒരു ഗസറ്റഡ് ഓഫീസർ ലേഡി തന്നെ വേണമെന്ന് ഇത്ര മാൻഡേറ്ററി ആയിട്ടൊന്നും എങ്ങും പറഞ്ഞിട്ടില്ല. അത് കുറച്ചുകൂടെ നല്ലതാണ്, അഭികാമ്യമാണത്. കോടതി അതേപ്പറ്റി വിമർശിച്ചിട്ടുണ്ട്. അത് ലേഡി ഗസറ്റഡ് ഓഫീസർ വന്നില്ല എന്ന്. ആ കേസ് ഫയലിലെടുപ്പിക്കണം. അതിനകത്ത് യാതൊരു കുഴപ്പം. 2015 കേസ് 2018 ട്രയൽ തുടങ്ങിയതാണ്. അതിപ്പം വിട്ടു. അതുകൊണ്ട് അത് കേസിന്റെ കോടതി വായിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോകും. എന്ന് പറഞ്ഞാൽ എല്ലാ മെറ്റീരിയലും ഉണ്ട്. എന്താണ് ഈ പറയുന്ന രീതിയിൽ കൊക്കൈൻ ഉണ്ട്, കൊക്കൈൻ്റെ കവറുണ്ട്, ഈ ഉപയോഗിക്കാനുള്ള എല്ലാ അപ്പററ്റസും ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഇവരുടെ കയ്യിലുണ്ട്. അത് പക്ഷേ ഇവരുടെ കയ്യിൽ നിന്നാണ് പിടിച്ചത് എന്ന് പ്രൂവ് ചെയ്യാൻ പോലീസ് കഴിഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ
കയ്യിൽ കിട്ടിയൊരു കേസ് വിട്ടുകളഞ്ഞു എന്നുള്ളതാണ്. ആദ്യ NDPS കേസാണ്, ആദ്യ കൊക്കൻ കേസാണ്, അത് ശക്തമായ പാഠമാകേണ്ട കേസായിരുന്നു. ആ പാഠമാകേണ്ട കേസ് വെറുതെ വിട്ടുകളഞ്ഞ കഥ പറയുകയാണ് കോടതി. കോടതി വിട്ടെന്നേ ഉള്ളൂ. പക്ഷേ പിടിച്ചെടുത്തിട്ടുണ്ട്. അത് ഗസറ്റഡ് ഓഫീസർ മെയിലിൻ്റെ സാന്നിധ്യത്തിലാണ്, ഫീമെയിൽ ടെക്നിക്കലാണ്. അതുകൊണ്ട് അത് ഹൈക്കോടതിയിലോട്ട് പോകണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പീൽ അടിയന്തരമായിട്ട് കൊടുക്കണം. ഇയാളെ പിടിക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ അപ്പീലും പോകണം. ഇയാളെ റിമൈൻഡ് ചെയ്യണം. സോമോട്ടോ ആയിട്ട് കേസെടുക്കണം പോലീസ്. അതിനകത്ത് ആ ബിൻസി അലോഷ്യസിൻ്റെ ഒരു മൊഴി മാത്രം അവരുടെ വീട്ടിൽ പോയി രേഖപ്പെടുത്തി. അവരുടെ പരാതിയും വേണ്ട, അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ച് ഒരു FIR എടുക്കേണ്ട ആവശ്യമില്ല. സോമോട്ടോ ആയിട്ട് എടുക്കാം. കോഗ്നിസബിൾ ഒഫൻസാണ്. അതിനകത്ത് ഒരു നിയമ തടസ്സങ്ങളും ഇല്ല. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഇയാളെ നമുക്ക് അകത്താക്കണം. ഇയാളെ നമ്മുടെ സിനിമയ്ക്ക് വേണ്ട. അത് സജി നന്ദിയായിട്ടും അതുപോലെ സുരേഷും ഒക്കെ ചെയ്യട്ടെ, അവർ ചെയ്യാൻ പറ്റുന്ന ചെയ്യട്ടെ. കാരണം ഈ പെൺകുട്ടി അമ്മയിലെ അംഗമല്ല, അത് അവിടുത്തെ ഒരംഗമാണ് ഷൈൻ ടോം ചാക്കോ. അവരെന്താ നടപടി ചെയ്യുന്നത്? കാരണം ഇരുഭാഗത്തും കേട്ടിട്ട് അങ്ങനെയൊക്കെയുള്ള ഒരു അന്വേഷണം അവർ വേണം. അതൊരു പോലീസ് ഇൻവെസ്റ്റിഗേഷനായിട്ട് യാതൊരു ബന്ധവുമില്ല. നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല. അമ്മ എങ്ങനെയോ പോട്ടെ, പ്രൊഡ്യൂസേഴ്സ് എങ്ങനെയോ പോട്ടെ, അതല്ല ഇവിടെ പ്രശ്നം. ഒരു സിനിമാ ലൊക്കേഷനിൽ ഒരു നടിക്കുണ്ടായ ദുരഭിമാനമാണ്. അതാണോ അതൊരു യഥാർത്ഥ സംഭവമാണ്? അവർ പറഞ്ഞ ചില വാക്കുകളുണ്ട്, അത് ഇപ്പോഴും ഞാൻ കേട്ടുകൊണ്ടായിരിക്കുന്നത്. ആ കുട്ടി ആ സീനിൽ അവരുടെ ഒരു ഡ്രസ്സിൽ എന്താ പ്രശ്നം ഉണ്ടായിട്ട് അത് മാറാനായിട്ട് പോകുമ്പോൾ സമയത്ത് അത് മാറിയിട്ട് വരാം എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പറയേണ്ടത് ഞാനിവിടെ വരാം, ഞാൻ മാറിത്തരാം, അങ്ങനെയൊക്കെയാണോ പറയേണ്ടത്? ഒരു സ്ത്രീത്വത്തെ അവമാനിക്കുകയല്ലേ അത് ചെയ്യുന്നത്? ആ രീതിയിൽ അവരെ മ്ലേച്ഛമായ രീതിയിലാണ് ഇയാൾ സംസാരിച്ചത്. അതുകൊണ്ട് ഇയാളെ ഒരു നിമിഷം സിനിമാ രംഗത്തോ പൊതുരംഗത്തോ കാണാൻ പാടില്ല. അല്ല, ഞാൻ പറഞ്ഞത് അതൊക്കെ ചെറുതാണ്. നമുക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചാൽ മനസ്സിലാക്കും കേട്ടോ ജോർജ് ജോസഫ്. അതൊക്കെ തീരെ ചെറുതാണ്. ആ ഡയലോഗൊക്കെ അങ്ങേറ്റം സാധു ഡയലോഗാണെന്നാണ് നമുക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചാൽ മനസ്സിലാവും. പോട്ടെ, ഹേമ കമ്മിറ്റി എന്തെങ്കിലും ശുപാർശ നടപ്പായോ? സർക്കാർ അക്കാലം അത്രയും പൂഴ്ത്തി വെച്ച് പുറത്തു വന്ന് ശുപാർശ ഒന്നെങ്കിലും നടപ്പാക്കാൻ പറ്റിയോ? അതിൻ്റെയൊക്കെ അവസ്ഥ അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ സുഭാഷ് പണോളി, ഇവിടെ നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ എന്തുകൊണ്ട് ഇതിൻ്റെ ഇരകൾ അങ്ങേയറ്റം ക്രൂരമായി ട്രീറ്റ് ചെയ്യപ്പെടുന്ന ഇരകൾ പുറത്തു പറയുന്നില്ല എന്ന് അതിൻ്റെ കാരണമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ പറയുന്നുണ്ട് അവരുടെ ആശങ്കകൾ. അത് സിനിമാ മേഖലയിൽ മുച്ചൂട് മുടിച്ച് ആ മേഖലയിൽ നിന്ന് തന്നെ നിഷ്കാസനം ചെയ്ത് പടിയടച്ച് പിണ്ടം വെക്കുന്നതുകൊണ്ട് മാത്രമല്ല, ജീവന് പോലും ഭീഷണി ഉണ്ടെന്ന് അവർ ഭയക്കുന്നതുകൊണ്ട് കൂടിയാണെന്ന് പറയുന്നു. ഇന്നിപ്പോൾ വിൻസി അലോഷ്യസ് ആ പേര് പുറത്തു വന്നതിൽ ആശങ്കപ്പെടുന്നതും നിരാശപ്പെടുന്നതും ദേഷ്യപ്പെടുന്നതും ഒക്കെ കണ്ടു. അത് ആ സിനിമയുടെ വെൽബീയിങ്ങിനെ കുറിച്ചുള്ള ആശങ്ക മാത്രമാണോ? മുന്നനുഭവങ്ങൾ വെച്ച് സമാനമായ രീതിയിൽ നിന്ന് 4 വർത്താനം പറഞ്ഞ അല്ലെങ്കിൽ അനീതി ചൂണ്ടിക്കാണിച്ച നടിമാരുടെ ഏത് രീതിയിൽ ഒതുക്കപ്പെട്ടു എന്ന മുന്നനുഭവം കൊണ്ടുകൂടിയാണോ ആ പേര് പുറത്തു വന്നതിൽ വിൻസിക്ക് ഉണ്ടാവുന്ന ആശങ്ക? ശ്രീ സുഭാഷ് പണോളി. ഈ സിനിമ ഇൻഡസ്ട്രിയിലെ വളരെ കുറച്ച് ശതമാനം ആൾക്കാരാണ് ഇപ്പോൾ ഈ പറഞ്ഞ വളരെ വിരലിലുണ്ടാവുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഈ പ്രശ്നത്തിലൊക്കെ ചെന്ന് പെടുന്ന ആൾക്കാർ. ഈ സിനിമയുടെ ഡയറക്ടർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ചെറിയ പ്രായത്തിൽ മുതൽ ഇപ്പോൾ ഒരു 30 വയസ്സായിട്ട് 29 വയസ്സങ്ങാണ്ടായിട്ടുള്ള ഒരു പയ്യനാണ്. അദ്ദേഹത്തിൻ്റെ സ്വപ്നമായിട്ട് നടക്കുന്ന ഒരു സിനിമ പ്രൊജക്റ്റാണ് ഈ നടനെ വെച്ച് ചെയ്യുന്നത്. ആ സിനിമ ഒരു വഴിയിൽ ബ്ലോക്കായി പോയാൽ അതിൻ്റെ പ്രൊഡ്യൂസറും അതുപോലെ തന്നെ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു പയ്യനാണ്. ഇതുപോലെ ഡ്രഗ് മാഫിയയുടെ പൈസയൊന്നും കൊണ്ടല്ല ഈ സിനിമ ഇത് ചെയ്തിട്ടുള്ളത്. ഇത് നടന്മാരുടെ ഒരേ വേഷം കെട്ടുകളും അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളായിട്ട് ഇവർ സിനിമയിൽ വന്ന് വലിയ നടന്മാരാകുമ്പോൾ ഇതിന് ഓശാന പാടാനായിട്ട് കുറച്ച് ആൾക്കാർ കൂടെ ഉണ്ടാവും. അപ്പോൾ അത് അവർ ചെയ്യുന്നുള്ളൂ. ഈ ഡയറക്ടറുടെ പേരിലൊക്കെ കേസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അദ്ദേഹത്തിന് പിറ്റേ ദിവസത്തെ ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള വളരെ സ്ട്രെസ്ഡായിട്ട് കുറേ കാര്യങ്ങൾ അദ്ദേഹം ചെയ്ത് തീർക്കാനുണ്ട്. അവർ മറ്റേ പ്രൊഡ്യൂസറാണെങ്കിൽ ഇതിൻ്റെ പൈസ അന്വേഷിച്ചിട്ട് ഓടി നടക്കുന്നു. ഇതിനിടയ്ക്കാണ് ഈ വക സംഭവങ്ങൾ. ഇത്തരം ആൾക്കാരെ മാക്സിമം ഒഴിവാക്കി നിർത്തുക. പോലീസിന് പരാതി ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ പോലീസിന് എടുക്കാവുന്ന കേസാണിത്. അത് നടപടികൾ ആവശ്യമുള്ളതാണെങ്കിൽ നടപടികൾ ചെയ്യുക. ഇവരെ സിനിമ ഇൻഡസ്ട്രിയിലുള്ളവരും അതുപോലെ തന്നെ പൊതുജനവും ഒഴിവാക്കുക എന്നുള്ളത് മാത്രമേ ഇതിനൊരു മാർഗമുള്ളൂ. ഇപ്പം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഈ ലഹരി ഉപയോഗത്തിൻ്റെ അവസ്ഥ എമ്മാതിരിയാണെന്നുള്ളത് ശ്രീകണ്ഠൻ സാറിൻ്റെ ഈ കേരള ഇതിൽ കാണുന്നുണ്ട്. അതിൻ്റെ എത്രയോ ഇരട്ടിയാണ്. 33 വർഷം പോലീസിൽ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. സ്പെഷ്യൽ ബ്രാഞ്ചിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. എനിക്കറിയാൻ പറ്റും ഈ കേരള സമൂഹത്തിൽ പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിലുള്ള കാര്യങ്ങൾ എനിക്ക് കൂടുതൽ പറയാൻ പറ്റും. വളരെ മോശമായിട്ടുള്ള അധംപതനത്തിൻ്റെ അങ്ങേയറ്റത്തേക്ക് ഈ യുവതലമുറയുടെ മുമ്പോട്ട് പോക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. പക്ഷേ അത് വിചാരിച്ചിട്ട് ഇതിൽ
ഈ പ്രതിയായിട്ടല്ലാത്ത ഒരാൾക്കാരെ അതിൽ ഒരു സ്വപ്നത്തിൽ പോലും അറിയാത്ത ആൾക്കാരെ പ്രതിയാക്കുക അങ്ങനെയൊക്കെ പറയുന്നത് വളരെ ഇതാണ്. അവർ ഇതിലൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ആൾക്കാരാണ്. അവരുടെ ശക്തമായിട്ടുള്ള വാണിംഗ് കൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ വർത്തമാനം കുറേയെങ്കിലും നിയന്ത്രിക്കപ്പെട്ടതും ആ സിനിമ അവസാനിച്ചതും. അതിൽ ഏകദേശം 70% പുതുമുഖങ്ങളായിട്ടുള്ള ആൾക്കാർ കുട്ടികളൊക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്. ഞാനടക്കമുള്ള പുതുമുഖങ്ങൾ അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്. അപ്പോൾ അത് ആ സിനിമയ്ക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ആ സിനിമ എന്ത് പഴിച്ചു, അതിന്റെ സംവിധാനം എന്ത് പഴിച്ചു, താങ്കളടക്കം അതിലെ നടന്മാർ, വിൻസി അടക്കം അതിലെ നടിമാർ എന്ത് പഴിച്ചു, സിനിമയ്ക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഞാൻ അങ്ങനെ എത്താം. ശ്രീ രാഹുൽ ഈശ്വർ, ഇവിടെ ഈ പറഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അങ്ങേയറ്റത്തെ ക്രൂരമായ സെക്ഷൽ അബ്യൂസിനെ കുറിച്ച് മാത്രം അല്ലല്ലോ, ഈ പറയുന്ന ലഹരി ഉപയോഗത്തെ പറ്റിയൊക്കെ പറഞ്ഞതാണ്. ഒരുപാട് ശുപാർശകൾ മുന്നോട്ടേക്ക് വെച്ചതാണ്. ഒരുപാട് ഈ പറഞ്ഞ ഈ സെറ്റിൽ ലഹരി പരിശോധന അടക്കം വേണം എന്ന ഒരുപാട് കാര്യമൊക്കെ പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. ഒക്കെ ഉണ്ടാവും, എല്ലാ സെറ്റിലും കയറി പോലീസ് പരിശോധിക്കുമെന്ന് പറയുന്നതൊക്കെ അല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാ തവണയും ഉണ്ടാകുന്നത് പോലെ നമ്മുടെ ചർച്ചകൾ കെട്ടടങ്ങി പോകുമോ, അതോ ആ മേഖലയിലേക്കുള്ള ഒരു നല്ല വാതിൽ തുറക്കലാകുമോ ഷൈൻ ടോം ചാക്കോയുടെ 3-ാം നിലയിൽ നിന്ന് താഴേക്കുള്ള ചാട്ടവും ഓട്ടവും? രാഹുൽ ഈശ്വർ, അല്ല, നല്ല വാതിൽ തുറക്കാനാവട്ടെ. അതോടൊപ്പം ആരെയും കുറ്റം പറയാതെ ഒരു കാര്യം കൂടി പറയാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനടക്കം ഒരു ഫോളോ അപ്പ് ഉണ്ടാകാത്തതും അതിന്റെ മേളിൽ പോസിറ്റീവ് നടപടികൾ നടക്കാത്തതിന്റെയും കാരണം നമ്മൾ അപ്രായോഗികമായ നിലപാടുകളോ ആശയങ്ങളോ മുമ്പോട്ട് വെച്ചിട്ട് കാര്യമില്ല. പ്രായോഗിക ബുദ്ധിയോടെ കാര്യങ്ങൾ നടന്നു പോകണമെന്ന ചിന്തയോടെ, കാര്യങ്ങൾ നന്നാകണമെന്നും ശരിയാകണമെന്നും ഉള്ള ചിന്തയോടെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അയാഥാർത്ഥ്യ ബോധത്തോടെ അൺറിയലിസ്റ്റിക് ആയ പൊസിഷൻസ് മുമ്പോട്ട് വെച്ചാൽ നമുക്ക് കയ്യടി കിട്ടും, ആൾക്കാർ പ്രശംസിക്കും, ഉണ്ടാവുമെന്നല്ലാതെ കാര്യമില്ല. ഇടതുപക്ഷ സർക്കാരിന്റെ പോലും നല്ല സമീപനമായിരുന്നു. ഞാനൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത സമീപനമാണ്. ശ്രീ സജി ചെറിയാന്റെ ആകട്ടെ, സാക്ഷാൽ മഹാനടൻ മോഹൻലാൽ പരസ്യമായി വന്ന് മീഡിയക്കാരോട് അപ്പോളജറ്റിക്കായി പറഞ്ഞു, നമ്മൾ ഒന്നായിരുന്നില്ലേ ഇന്നലെ വരെ, ഞങ്ങൾ എങ്ങനാൻ അന്യരാകുന്നത്. എനിക്ക് ഏറ്റവും ബഹുമാനം WCC അടക്കമുള്ളവർ വളരെ മിതമായ നിലപാടെടുത്തു. പക്ഷേ പലപ്പോഴും ചില മാധ്യമങ്ങളെങ്കിലും അവർ ആത്മപരിശോധന നടത്തണം. അൺറിയലിസ്റ്റിക് ആയ നിലപാട് നടത്തിയാൽ ആ സിനിമ ഇൻഡസ്ട്രി ഇല്ലാതാകും. നിങ്ങൾ ഈ ത്രോയിങ് ബേബി വിത്ത് ദ ബാത്ത് വാട്ടർ എന്നോ എലിയെ പേടിച്ച് ഇല്ലം ചുടുകാന്നോ എന്നൊരു സമീപനത്തിലേക്ക് പോകരുത്. എലികളുണ്ട്, പക്ഷേ ഇല്ലം ചുടുകയല്ല സൊല്യൂഷൻ. അവിടെയാണ് ആ കോൺക്ലേവ് ഒക്കെ നടക്കണമെന്ന് സജി ചെറിയ മന്ത്രി പറഞ്ഞതല്ലേ. എന്തായി? നടക്കാത്ത എന്തുകൊണ്ടാ? അപ്പം കോൺക്ലേവിനെ എതിർക്കാൻ കുറെ പേർ. കോൺക്ലേവ് ഒന്നും നടത്തിയിട്ട് കാര്യമില്ല. ഇത് നമ്മൾ സിനിമയെ നടക്കുന്നത് പോലെ അല്ല യഥാർത്ഥ ജീവിതത്തിൽ കാര്യങ്ങൾ നടത്തിയെടുക്കുന്നത്. അതിന് പ്രായോഗിക ബുദ്ധി വേണം, അതിന് സമവായം വേണം. വ്യത്യസ്ത ക്ഷമിക്കണം, കുറെ അധികം പ്രാപ്പിടിയ കൂട്ടത്തെ പറ്റി എഴുതി വെച്ച ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് പൂഴ്ത്തി തട്ടുപുറത്ത് വെച്ച് അത് പരമാവധി ഒരു നിവൃത്തിയില്ലാതെ പുറത്തേക്ക് വിടേണ്ടി വന്ന് ആ പുറത്തേക്ക് വിട്ടതിലും കള്ളം കാണിച്ച് അതിൽ ഉടായ്പ കാണിച്ചിട്ട് എന്ത് കോൺക്ലേവ് എന്നാ രാഹുലെ. ഷൈൻ ടോം ചാക്കോയുടെ ഹോട്ടലിൽ നിന്നും ചാടിയോട്ടത്തിൽ പ്രത്യേകിച്ച് പരാതിയൊന്നുമില്ല. അതുകൊണ്ട് പോലീസ് എന്തും പറഞ്ഞ് ഷൈൻ ടോം ചാക്കോയെ തെരയുമെന്ന കാര്യം അറിയില്ല. പക്ഷെ ഷൈൻ ടോം ചാക്കോ ഏതോ കേന്ദ്രത്തിലിരുന്ന് ഈ പോലീസിനെയും ഈ മാധ്യമങ്ങളും കളിയായിക്കൊണ്ട് അയാൾ പോസ്റ്റുകളിട്ട് തകർക്കുകയാണ്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മര്യാദയ്ക്ക് പറയാനാണ് വേണ്ടത്, അല്ലാതെ ആ പരിഹാസം അല്ലെങ്കിൽ ആ കോമാളിത്തരമൊക്കെ പിന്നെയും പറയുന്നത് ബോറാണ്. ഷൈനെ, എൻകൗണ്ടർ പൂർണ്ണമാവുന്ന ഗുഡ് നൈറ്റ്.